ഓക്കെ 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 തുടങ്ങാം. നമസ്കാരം. സുഭിക്ഷ കേരളത്തിന്റെ ഭാഗമായി പന്തളം ഫാമേഴ്സ് ട്രെയിനിങ് സെന്റർ നടത്തുന്ന 35ാമത് കൃഷി പാഠശാലയാണ് ഇന്നിവിടെ നടക്കുന്നത്. പടന്നക്കാട് കാർഷിക കോളേജിലെ പ്രൊഫസറായ ഡോക്ടർ ഹക്കീം സാറാണ് ഇന്നത്തെ വിഷയം അവതരിപ്പിക്കുന്നത്. കാലഘട്ടത്തിന്റെ ആവശ്യമായി മാറിയ മഴമറ ആണ് ഇന്നത്തെ നമ്മുടെ വിഷയം. ഈ ക്ലാസ് സാറ് എടുക്കുന്നതിനായിട്ട് സാറിനെ ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. So, good afternoon. I'm sorry for the technical problems. ഇതാണ് ചെറിയൊരു എറർ ഉണ്ട്. ഇപ്പൊ 2 ദിവസമായിട്ട് ഇവിടെ നമ്മുടെ നെറ്റ്വർക്കിന് ചെറിയ പ്രശ്നമാണ്. ഇത് സ്ക്രീൻ ഷെയറിംഗ് ഓപ്ഷൻ എന്തോ ഇഷ്യൂസ് ആണ് വന്നത്. എന്നാലും കുറച്ച് വൈകിപ്പോയി. സോറി. അപ്പൊ നമ്മൾ ഇന്ന് കൈകാര്യം ചെയ്യാൻ പോകുന്ന വിഷയം സംരക്ഷിത കൃഷി, അതിൽ തന്നെ മഴമറയ്ക്ക് കൂടുതൽ ഒരു ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള സംരക്ഷിത കൃഷി രീതിയാണ്. അപ്പൊ മഴമറയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് അപ്പൊ ഞാൻ ഈ പ്രസന്റേഷന്റെ ടൈറ്റിൽ കൊടുത്തിരിക്കുന്ന സംരക്ഷിത കൃഷി, പ്രോമിസിംഗ് ടെക്നോളജി ടു ബൂസ്റ്റ് അപ്പ് ക്രോപ്പ് പ്രൊട്ടക്ഷൻ ഡ്യൂറിംഗ് പാൻഡമിക്സ് പീരിയഡ്. അപ്പൊ നമുക്ക് ഈ പ്രത്യേക സാഹചര്യത്തില് വിള അല്ല കാർഷിക ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് സംരക്ഷിത കൃഷിക്കുള്ള പങ്ക് എന്ന രീതിയിലാണ് നമ്മൾ ഇതിനെ പ്രസന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ സംരക്ഷിത കൃഷി അല്ലെങ്കിൽ എന്താണ് സംരക്ഷിത കൃഷി, എന്താണ് പ്രൊട്ടക്റ്റഡ് കൾട്ടിവേഷൻ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് സംരക്ഷിത കൃഷി? അപ്പൊ നമ്മുടെ സംരക്ഷിത കൃഷിയുടെ ലക്ഷ്യം 1 ഉൽപാദനം വർദ്ധിപ്പിക്കുക, 2 ഗുണനിലവാരം വർദ്ധിപ്പിക്കുക, 3 വർഷം മുഴുവനും നീണ്ടു നിൽക്കുന്ന സുസ്ഥിരമായ ഉൽപാദനം ഉറപ്പുവരുത്തുക. അപ്പൊ നിലവിലുള്ള ഉൽപ്പന്നത്തിന്റെ ഉൽപാദനം അല്ലെങ്കിൽ വിളയുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുക, അതിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുക, അതുപോലെ തന്നെ വർഷം മുഴുവനും നീണ്ടു നിൽക്കുന്ന. അപ്പൊ ഇവിടെ 2 കാര്യങ്ങളാണ് നമ്മൾ സംരക്ഷിത കൃഷിയിൽ ലക്ഷ്യമിടുന്നത്. 1 ഹ്രസ്വകാല വിളകളുടെ വർഷം മുഴുവനും നീണ്ടു നിൽക്കുന്ന സുസ്ഥിരമായ ഉൽപാദനം. ഹ്രസ്വകാല വിളകളുടെ വർഷം മുഴുവനും നീണ്ടു നിൽക്കുന്ന സുസ്ഥിരമായ ഉൽപാദനം. 2 ഒരു പ്രദേശത്തിന് ഒട്ടും അനുയോജ്യമല്ലാത്ത ഒരു വിളയെ ആ വിളക്ക് അനുയോജ്യമായ ഒരു കൃത്രിമ സൂക്ഷ്മ കാലാവസ്ഥ ഉണ്ടാക്കിക്കൊണ്ട് അവിടെ കൊണ്ടുവന്ന് വിള ചെയ്യുക. ഇപ്പൊ ഹൈ റേഞ്ചിൽ വിളയുന്ന ഒരു വിളയെ നമുക്ക് തീരപ്രദേശങ്ങളിൽ കൊണ്ടുവന്നിട്ട് വേണമെങ്കിൽ ചെയ്യാം. കാരണം ആ വിളക്ക് വേണ്ട പ്രത്യേകമായിട്ടുള്ള ഒരു സൂക്ഷ്മ കാലാവസ്ഥ. അപ്പൊ സംരക്ഷിത കൃഷി ഇത്രേ ലക്ഷ്യമാക്കുന്നുള്ളൂ. കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിളക്ക് അനുയോജ്യമായ ഒരു സൂക്ഷ്മ കാലാവസ്ഥ കൃത്രിമമായി ഒരു ചട്ടക്കൂടിനകത്ത് ഒരുക്കിയെടുത്തുകൊണ്ട് കൃഷി ചെയ്യുക. ഏത് വിളയാണോ നമ്മൾ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ വിളക്ക് അനുയോജ്യമായ ഒരു സൂക്ഷ്മ കാലാവസ്ഥ കൃത്രിമമായി ഒരു ചട്ടക്കൂടിനകത്ത് ഒരുക്കിയെടുത്തുകൊണ്ട് കൃഷി ചെയ്യുക എന്നതാണ് സംരക്ഷിത കൃഷിയോട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ഉൽപാദനം വർദ്ധിക്കുന്നു, ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നു, സുസ്ഥിരമായ ഉൽപാദനം ഉറപ്പുവരുത്തുന്നു. അപ്പൊ ഹ്രസ്വകാല വിളകളുടെ സുസ്ഥിരമായ ഉൽപാദനവും ഒരു പ്രദേശത്തിന് അനുയോജ്യമല്ലാത്ത വിളയുടെ ഉൽപാദനവും അല്ലെങ്കിൽ അതിന്റെ വളർച്ചയും ഉൽപാദനവും നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയുന്നു. ഇനി എവിടെ നിന്നൊക്കെയാണ് സംരക്ഷണം നമുക്ക് കിട്ടേണ്ടത്? ശക്തമായ മഴയിൽ നിന്ന് സംരക്ഷണം, കഠിനമായ വെയിലിൽ നിന്ന്, ചൂടിൽ നിന്ന്, അതുപോലെ തന്നെ ശക്തമായ കാറ്റിൽ നിന്ന്. അപ്പൊ ശക്തമായ കാറ്റ്, ശക്തമായ മഴ, അല്ലെങ്കിൽ കഠിനമായിട്ടുള്ള വെയില്, ശക്തമായിട്ടുള്ള ഊഷ്മാവ്. അപ്പൊ നല്ല ചൂടും മഴയും വെയിലും കാറ്റും ഇതിൽ നിന്നെല്ലാം നമുക്ക് സംരക്ഷണം കിട്ടണം. അങ്ങനെ കിട്ടിക്കൊണ്ട് കൃഷി ചെയ്യുന്ന രീതിയാണ്. അപ്പം കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിള ഏതാണോ ആ വിളക്ക് അനുയോജ്യമായ ഒരു സൂക്ഷ്മ കാലാവസ്ഥ കൃത്രിമമായി ഒരു ചട്ടക്കൂടിനകത്ത് ഒരുക്കിയെടുത്തുകൊണ്ട് കൃഷി ചെയ്യുക. വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ പുറത്ത് കാറ്റോ മഴയോ വെയിലോ ഒക്കെ ആണെങ്കിലും നമ്മൾ നമ്മുടെ വീടിനകത്ത് സുരക്ഷിതരാണ്. കാരണം നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു സൂക്ഷ്മ കാലാവസ്ഥ നമ്മുടെ വീടിനകത്ത്, അത് നമുക്ക് ആവശ്യമുള്ള ചൂട് കൂടുതലുണ്ടെങ്കിൽ നമ്മൾ ഫാൻ ഇടുന്നു, അല്ലെങ്കിൽ AC ഇടുന്നു, അതുപോലെ തന്നെ ജനല് തുറന്നിടുന്നു, വെന്റിലേഷൻ ഉറപ്പുവരുത്തുന്നു, വായു സഞ്ചാരം ഉറപ്പുവരുത്തുന്നു. അങ്ങനെ പുറമേയുള്ള കാലാവസ്ഥ എന്ത് തന്നെ ആയാലും ഒരു അടച്ചുപൂട്ടി അല്ലെങ്കിൽ ഒരു വീടിനകത്ത് സുരക്ഷിതമായിട്ട് നമ്മൾ ഇരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ഈ വിളക്ക് അനുയോജ്യമായ ഒരു സൂക്ഷ്മ കാലാവസ്ഥ കൃത്രിമമായി ഒരു ചട്ടക്കൂടിനകത്ത് ഒരുക്കിയെടുത്തുകൊണ്ട് നാം കൃഷി ചെയ്യുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് ഇത്തരം കൃഷി രീതി നമുക്ക് ആവശ്യമായി വരുന്നത്? ഒന്നാമതായിക്കൊണ്ട് നമ്മുടെ ഉൽപാദനം അനുദിനം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ കൃഷിഭൂമിയുടെ വിസ്തീർണവും അനുദിനം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഉൽപാദനം കുറയുന്നു, അതുപോലെ തന്നെ ഭൂവിസ്തൃതി, കൃഷിക്ക് ഉപയുക്തമായിട്ടുള്ള ഭൂവിസ്തൃതി കുറയുന്നു. അതുപോലെ കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള വെള്ളത്തിന്റെ ലഭ്യതയും അതിന്റെ ഗുണനിലവാരവും, ക്വാണ്ടിറ്റി ആസ് വെൽ ആസ് ക്വാളിറ്റി, രണ്ടിലും നമുക്ക് ആശങ്കയുണ്ട്. അതുപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനം വലിയൊരു വെല്ലുവിളിയായിട്ട് നമ്മുടെ മുന്നിലുണ്ട്. തൊഴിലാളികളെ കിട്ടാനില്ല കാർഷിക മേഖലയിൽ.
പിന്നെ നമ്മുടെ ജീവിത നിലവാരമൊക്കെ വർദ്ധിപ്പിച്ചപ്പോൾ നമ്മുടെ ഉത്പാദനത്തിന്റെ ഗുണനിലവാരവും വർദ്ധിക്കേണ്ടി വന്നു. അല്ലെങ്കിൽ ഹൈ സ്റ്റാൻഡേർഡുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നല്ല ക്വാളിറ്റി അല്ലെങ്കിൽ നല്ല ഗുണനിലവാരമുള്ള കാർഷിക ഉൽപ്പന്നങ്ങളുടെ ആവശ്യം നമുക്ക് വേണ്ടി വന്നു. അതുപോലെ സമീപകാലത്ത് ഈ കൃഷിയെ കുറിച്ചുള്ള ഒരു പുതിയ കൺസെപ്റ്റ്, അതായത് കൃഷി വെറും ഒരു സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ പരമ്പരാഗത രീതിയിലുള്ള കൃഷി എന്നതിൽ മാറിക്കൊണ്ട് ഒരു ന്യൂജൻ അല്ലെങ്കിൽ പുതുതലമുറയുടെ കൃഷി എന്ന് പറയുമ്പോൾ അതൊരു ഹൈടെക്, സമസ്ത മേഖലയിലും ഹൈടെക് ആണ്. അപ്പൊ കാർഷിക മേഖലയിലും ഹൈടെക് ആണ്. അപ്പൊ പണ്ടൊക്കെ നമ്മളൊരു ചെറിയ ക്ലാസ്സിലൊരു കുട്ടിയോട് ഒരു പെയിന്റിങ്ങിനോ അല്ലെങ്കിൽ പെൻസിൽ ഡ്രോയിങ്ങിനോ കർഷകൻ എന്ന് പറഞ്ഞൊരു വിഷയം കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ വരയ്ക്കുന്നത് ഒരു മുണ്ട് മാത്രം എടുത്തുകൊണ്ട് ഷർട്ടൊന്നും ഇടാണ്ട് ഒരു തലയിൽ ഒരു പാടത്തൊപ്പിയൊക്കെ വെച്ചുകൊണ്ടുള്ള ഒരു ചിത്രമായിരിക്കും. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ നമ്മളൊരു കർഷകൻ എന്ന് പറയുമ്പോൾ അതിന്റെ കൺസെപ്റ്റ് മാറി. സമസ്ത മേഖലയിലും ഹൈടെക് ആയി. ഒരു പക്ഷേ എന്താണ് ബർമുടയും ടീഷർട്ടും ഒക്കെ ഇട്ടുകൊണ്ട് ബ്ലൂടൂത്തും വെച്ചുകൊണ്ട് ചിലപ്പം നല്ല റിബോക്കിന്റെ ഷൂ ഒക്കെ ഇട്ട് നടക്കുന്ന ഒരു ന്യൂജൻ അല്ലെങ്കിൽ ഹൈടെക് കൃഷിക്കാരന്റെ ചിത്രമായിരിക്കും ചിലപ്പോൾ ഇപ്പോഴത്തെ കാലത്തെ കുട്ടികളോട് വരക്കാൻ പറഞ്ഞാൽ വരക്കുന്നത്. കാര്യം എല്ലാ മേഖലയിലും മാറ്റമായി കാർഷിക മേഖല. അപ്പൊ കൃഷിയെ കുറിച്ചുള്ള സങ്കല്പവും സമീപനവും തന്നെ മാറിക്കഴിഞ്ഞു. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് കാർഷിക മേഖലയിൽ വരുന്ന അല്ലെങ്കിൽ ഹൈടെക് കൃഷി അല്ലെങ്കിൽ സംരക്ഷിത കൃഷി വേണ്ടി വരുന്ന ചില ഘടകങ്ങൾ. ഇനി എന്താണ് ഹൈടെക് കൃഷി? ഹൈടെക് കൃഷി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ടുള്ളൂ അത് നോളജ് ബേസ്ഡ് അഗ്രികൾച്ചർ സിസ്റ്റം. അപ്പൊ ലഭ്യമായ വിവരങ്ങളുടെ സാങ്കേതിക വിദ്യയുടെയും അടിസ്ഥാനത്തിലുള്ള ഒരു കാർഷിക ഉൽപാദന സംവിധാനമാണ്. അപ്പൊ ഇവിടെ ഉൽപ്പന്നം വർദ്ധിപ്പിക്കുക, ഗുണനിലവാരം വർദ്ധിപ്പിക്കുക, കർഷകന്റെ ഉൽപാദനത്തിന് പരമാവധി മൂല്യം ഉറപ്പുവരുത്തുക, നല്ല ഗുണനിലവാരമുള്ള ഉൽപ്പന്നം. അപ്പൊ അതിനുവേണ്ടി ലഭ്യമായ വിവരങ്ങളും സാങ്കേതിക വിദ്യകളും എല്ലാം വിനിയോഗിച്ചുകൊണ്ട് കൃഷി ചെയ്യുക. ഈ ഹൈടെക് കൃഷിയിലെ പ്രധാനമായിട്ടും വരുന്നത് ഒന്ന് സൂക്ഷ്മ ജലസേചനം, രണ്ടാമത്തേത് വെള്ളത്തിനോടൊപ്പം തന്നെ വെള്ളത്തിൽ ചേരുന്ന വളങ്ങളും കൂടി കൊടുക്കുന്ന വളപ്രയോഗം, അതാണ് വളസേചനം. അതിന് ഇന്റഗ്രേറ്റഡ് ന്യൂട്രിയൻ മാനേജ്മെന്റ് എന്ന് പറയും. മൈക്രോ ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ചെടിയുടെ വളർച്ചയ്ക്ക് വേണ്ട ജലം ദിവസേന നേരത്തെ കണികളായിട്ടോ സ്പ്രേ രൂപത്തിലോ അതിന് ലഭ്യമാക്കുക, അതാണ് മൈക്രോ ഇറിഗേഷൻ അഥവാ സൂക്ഷ്മ ജലസേചനം. അതുപോലെ തന്നെ ഫെർട്ടിഗേഷൻ അഥവാ വളസേചനം, ഇത് ചെടിയുടെ വളർച്ചയ്ക്ക് വേണ്ട വളം കൃത്യമായ ഇടവേളകളിൽ തുല്യമായ അനുപാതത്തിൽ വെള്ളത്തിൽ ലയിപ്പിച്ചു കൊണ്ട് കൊടുക്കുന്നതിനെയാണ് ഫെർട്ടിഗേഷൻ എന്ന് പറയുന്നത്, വളസേചനം. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് കൊണ്ട് പുത ചെയ്യുക, അതുപോലെ വിള ക്രമീകരണം, ക്രോപ്പ് ജിയോമെട്രി, കൃത്യമായ ഇടയകലവും വരിയകലവും പാലിക്കുക, ഹൈ ഡെൻസിറ്റി പ്ലാന്റിംഗ് എന്ന് പറയും. അതുപോലെ തന്നെ സംയോജിത രോഗകീട നിയന്ത്രണം, ഇന്റഗ്രേറ്റഡ്. ഇതെല്ലാം കൂടെ ചേർന്നതാണ് ഹൈടെക് കൃഷി. ഇതൊരു തുറന്ന കൃഷിയിടത്തിൽ ചെയ്യുമ്പോൾ അതിനെ ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് എന്നും, ഒരു അടച്ചുപൂട്ടിയ ചട്ടക്കൂടിനകത്ത് ചെയ്യുമ്പോൾ അതിനെ സംരക്ഷിത കൃഷി എന്ന് പറയുന്നു, പ്രൊട്ടക്റ്റഡ് കൾട്ടിവേഷൻ എന്ന് പറയുന്നു. ഇതാണ് ഇപ്പം ഈ ഹൈടെക് കൃഷി ഓപ്പൺ ഫീൽഡിൽ ചെയ്യുമ്പോൾ അത് ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗും, അടച്ചുപൂട്ടിയ ഒരു ചട്ടക്കൂടിനകത്ത് നമ്മൾ ചെയ്യുമ്പോൾ അത് സംരക്ഷിത കൃഷിയുമാവുന്നു. അപ്പം ഹൈടെക് കൃഷിയുടെ ഏറ്റവും കൂടിയ ഒരു തലമാണ് പ്രൊട്ടക്റ്റഡ് കൾട്ടിവേഷൻ. അപ്പം ഈ ഹൈടെക് കൃഷി അല്ലെങ്കിൽ ഈ സംരക്ഷിത കൃഷി എന്ന് പറഞ്ഞ ഈ ഒരു സംവിധാനത്തെ നമുക്ക് വേണമെങ്കിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എ എന്ന് പറഞ്ഞ അക്ഷരം 3 തവണ ആവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് സംരക്ഷിത കൃഷിയുടെ ലക്ഷ്യങ്ങളോ നേട്ടങ്ങളോ ഒക്കെ ആയിട്ട് നമുക്ക് അതിനെ വിവർത്തനം ചെയ്യാൻ പറ്റും. അതായത് എനി ക്രോപ്പ്, ഏത് വിളയും, എനി പ്ലേസ്, ഏത് സ്ഥലത്തും, എനി സീസൺ, ഏത് സീസണിലും. അപ്പൊ ഏത് വിളയും ഏത് സ്ഥലത്തും ഏത് സീസണിലും കൃഷി ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഈ സംരക്ഷിത കൃഷിയുടെ നേട്ടം. എനി ക്രോപ്പ്, എനി വേർ, അതായത് എനി പ്ലേസ് ഓർ എനി വേർ, എനി സീസൺ, ഏത് വിളയും ഏത് സ്ഥലത്തും ഏത് സീസണിലും. അപ്പൊ 3A ആണ്. മുൻപ് കൃത്യത കൃഷിയുടെ ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞ പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറയുമ്പോൾ 4 R ആണ്. റൈറ്റ് ഇൻപുട്ട്, റൈറ്റ് ക്വാണ്ടിറ്റി, റൈറ്റ് പ്ലേസ്, റൈറ്റ് ടൈം. വേണ്ടത്, വേണ്ടത്ര, വേണ്ടിയിടത്ത്, വേണ്ട സമയത്ത്. അങ്ങനെ കൊടുത്തുകൊണ്ട് തുറന്ന കൃഷിയിടത്തിൽ ചെയ്യുമ്പോൾ അതിനെ ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് എന്നും, ഒരു ചട്ടക്കൂടിനകത്ത് ചെയ്യുമ്പോൾ അതിനെ സംരക്ഷിത കൃഷി എന്ന് പറയുന്നു. ആ സംരക്ഷിത കൃഷിക്ക് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ 3A കൊണ്ട് അതിനെ കൂടുതലായിട്ട് വിശദീകരിക്കാൻ കഴിയും. ഏത് വിളയും ഏത് സ്ഥലത്തും ഏത് സീസണിലും. ഇനി ഈ സംരക്ഷിത കൃഷി രീതി ഒരു പുതിയ സംരംഭമല്ല. ചരിത്രത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റോമാ സാമ്രാജ്യകാലത്ത് തന്നെ ലോകത്ത് നിലവിലുണ്ടായിരുന്ന ഒരു കൃഷി രീതിയാണ് സംരക്ഷിത കൃഷി. ഹരിതഗൃഹ കൃഷി അല്ലെങ്കിൽ പ്രൊട്ടക്റ്റഡ് കൾട്ടിവേഷൻ ആണ് സംരക്ഷിത കൃഷി. അതിലെ ഗ്രീൻ ഹൗസ് ഫാമിംഗ്, ഹരിതഗൃഹ കൃഷി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ എന്താണ് ഹരിതഗൃഹം? ഹരിതഗൃഹ പ്രഭാവം എന്ന് പറഞ്ഞ പ്രതിഭാസം, ഹരിതഗൃഹ പ്രഭാവം എന്ന് പറഞ്ഞ പ്രതിഭാസം വിനിയോഗിക്കുന്ന ഒരു ചട്ടക്കൂടാണ് ഹരിതഗൃഹങ്ങൾ. അപ്പൊ എന്താണ് ശരിക്കും പറഞ്ഞാൽ ഹരിതഗൃഹ പ്രഭാവം?
സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശകിരണങ്ങൾ അത് അന്തരീക്ഷത്തിൽ നിന്ന് അല്ലെങ്കിൽ സൂര്യനിൽ നിന്ന് വരുന്ന പ്രകൃതിയിൽ ഹരിതഗ്രഹ പ്രഭാവം എന്ന് പറഞ്ഞ പ്രതിഭാസം നടക്കുന്നത് സൂര്യനിൽ നിന്ന് വരുന്ന തരംഗ ദൈർഘ്യം കുറഞ്ഞ പ്രകാശരശ്മികൾ ഭൂമിയിൽ വരികയും അത് ഭൂമിയിൽ പതിക്കുകയും ഭൂമിയിൽ പതിച്ചു കഴിയുമ്പോൾ അത് പ്രതിഫലിക്കുകയും അതിന്റെ തരംഗ ദൈർഘ്യം കൂടുകയും ചെയ്യുന്നു. അപ്പം സൂര്യനിൽ നിന്ന് നേരിട്ട് വരുന്ന തരംഗ ദൈർഘ്യം കുറഞ്ഞ പ്രകാശരശ്മികൾ അല്ലെങ്കിൽ ഷോർട്ട് വേവ് റേഡിയേഷൻ അത് ഭൂമിയിൽ വന്ന് പതിക്കുകയും അത് അവിടുന്ന് പ്രതിഫലിക്കുകയും അതിന്റെ തരംഗ ദൈർഘ്യം വർദ്ധിക്കുകയും അത് നോൺ വേവ് റേഡിയേഷൻ ആയിട്ട് മാറുകയും ചെയ്യും. അങ്ങനെ പ്രതിഫലിക്കുന്ന ഈ പ്രകാശകിരണങ്ങളെ തിരിച്ച് അന്തരീക്ഷത്തിലേക്ക് പോകുന്ന സമയത്ത് അന്തരീക്ഷത്തിലുള്ള ഹരിതഗ്രഹ വാതകങ്ങളുടെ സാന്നിധ്യം കാരണം, പ്രത്യേകിച്ചും കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, ക്ലോറോ കാർബൺസ് തുടങ്ങിയിട്ടുള്ള ഹരിതഗ്രഹ വാതകങ്ങളുടെ സാന്നിധ്യം കാരണം ഈ പ്രതിഫലിച്ച് തിരിച്ചു പോകുന്ന തരംഗ ദൈർഘ്യം കൂടിയ പ്രകാശകിരണങ്ങളെ അന്തരീക്ഷത്തിലേക്ക് തിരിച്ചു പോവാതെ നമുക്ക് ആവശ്യമുള്ള അളവിൽ, അതായത് മുഴുവനും പോവാതെ ആവശ്യമുള്ളതിനെ അവിടെ പിടിച്ചു നിർത്തുകയും ചെയ്യുന്നു. അങ്ങനെ ഈ ഹരിതഗ്രഹ വാതകങ്ങളുടെ സാന്നിധ്യം ഭൂമിയിൽ ഉള്ളത് കൊണ്ടാണ് ഭൂമിയിലെ ചൂടും വെളിച്ചവും നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ മുഴുവൻ പ്രകാശകിരണങ്ങൾ വന്ന പോലെ തന്നെ തിരിച്ചു പോകുമായിരുന്നു. അപ്പൊ അതാണ് പ്രകൃതിയിൽ നടക്കുന്ന ഹരിതഗ്രഹ പ്രഭാവം. അപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് മനുഷ്യന്റെ അനിയന്ത്രിതമായിട്ടുള്ള ഇടപെടൽ കാരണം വ്യവസായവൽക്കരണവും നഗരവൽക്കരണവും വാഹനങ്ങളുടെ അതിപ്രളയവും ഒക്കെ കാരണം ഈ ഹരിതഗ്രഹ വാതകങ്ങളുടെ സാന്ദ്രത അല്ലെങ്കിൽ അതിന്റെ കോൺസെൻട്രേഷൻ ഭൂമിയിൽ അന്തരീക്ഷത്തിൽ കൂടുകയും അതുകൊണ്ട് തന്നെ തിരിച്ചു പോവേണ്ട അളവിൽ പോവാതെ കൂടുതൽ താപം ഇവിടെ തങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയും ചെയ്തു. അതാണ് ഹരിതഗ്രഹ വാതകങ്ങളുടെ സാന്നിധ്യം കൂടുതലുകൊണ്ട് ഗ്ലോബൽ വാർമിംഗ്, ആഗോളതാപനവും കാലാവസ്ഥാ വ്യതിയാനത്തിനൊക്കെ കാരണമായത്. അപ്പൊ ഇതാണ് പ്രകൃതിയിൽ നടക്കുന്ന ഹരിതഗ്രഹ പ്രഭാവം എന്ന് പറഞ്ഞ പ്രതിഭാസം. ഈ പ്രതിഭാസം നമ്മളൊരു ചെറിയ ചട്ടക്കൂടിനകത്തേക്ക് ആവാഹിച്ചെടുക്കുന്നതാണ് ഹരിതഗ്രഹം. അപ്പം അന്തരീക്ഷത്തിൽ നടക്കുന്ന ഹരിതഗ്രഹ പ്രഭാവം എന്ന് പറഞ്ഞ പ്രതിഭാസത്തിനെ ഒരു 4 ചുമരുകൾക്കുള്ളിലേക്ക് നമ്മൾ അതിനെ ആവാഹിച്ചു കഴിഞ്ഞാൽ അത് ഹരിതഗ്രഹമായി. അല്ലെങ്കിൽ വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ ഹരിതഗ്രഹം എന്ന് പറഞ്ഞ ഈ ഒരു ചട്ടക്കൂടിന്റെ മേൽക്കൂര സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശകിരണങ്ങളെ 100% കടത്തിവിടുന്നതും അത് ഭൂമിയിൽ അല്ലെങ്കിൽ അകത്ത് തട്ടിക്കഴിഞ്ഞ് പ്രതിഫലിച്ചു കഴിയുമ്പോൾ തിരിച്ചു പോകുന്ന പ്രകാശകിരണങ്ങളെ 100% തടഞ്ഞു നിർത്തുന്നതുമായ ഒരു മേൽക്കൂരയാണ്, അല്ലെങ്കിൽ ആ ഒരു വസ്തുവാണ് അതിന്റെ ടോപ്പിൽ നമ്മൾ ഇടുന്നത്. അതിനെയാണ് റൂഫിംഗ് മെറ്റീരിയൽ അല്ലെങ്കിൽ ക്ലാഡിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അപ്പൊ ഒരു ഗ്രീൻ ഹൗസിന്റെ ക്ലാഡിംഗ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ 100% ട്രാൻസ്പെറന്റ് ടു ദ ഇൻകമിംഗ് ഷോർട്ട് വേവ് റേഡിയേഷൻ ആൻഡ് 100% ഒപേക്ക് ടു ദ റിഫ്ലക്റ്റഡ് ലോങ് വേവ് റേഡിയേഷൻ. 100% ട്രാൻസ്പെറന്റ് ടു ദ ഇൻകമിംഗ് ഷോർട്ട് വേവ്. സൂര്യനിൽ നിന്ന് വരുന്ന തരംഗ ദൈർഘ്യം കുറഞ്ഞ പ്രകാശരശ്മികൾക്ക് 100% സുതാര്യവും 100% ഒപേക്ക് ടു ദ റിഫ്ലക്റ്റഡ് റേഡിയേഷൻ. സൂര്യനിൽ നിന്ന് പ്രതിഫലിച്ച് പോകുന്ന തരംഗ ദൈർഘ്യം കൂടിയ പ്രകാശകിരണങ്ങൾക്ക് 100% അതാര്യവുമായ ഒരു ചട്ടക്കൂട്. അതാണ് ഈ ഹരിതഗ്രഹം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ മേൽക്കൂര. ഇനി നമ്മൾ ഇങ്ങനെ ഒരു ചട്ടക്കൂട് നിർമ്മിച്ചു കഴിയുമ്പോൾ നമുക്ക് അതിനകത്ത് ചൂടും വെളിച്ചവും ഓട്ടോമാറ്റിക്കലി അതിനകത്ത്. പിന്നീട് നമുക്ക് വേണ്ടത് അല്പം വായു സഞ്ചാരവും ആർദ്രതയുമാണ്. അത് ക്രമീകരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ വെന്റിലേഷൻ കൊടുക്കുന്നത്. അപ്പൊ അതിന് 2 രീതിയുണ്ട്. ഒന്ന് നാച്ചുറൽ വെന്റിലേഷൻ, പ്രകൃതിദത്ത വായു സഞ്ചാരം. രണ്ടാമത്തേത് ഫോഴ്സ്ഡ് വെന്റിലേഷൻ, കൃത്രിമ വായു സഞ്ചാരം. അപ്പൊ ഈ പ്രകൃതിദത്ത വായു സഞ്ചാരം എന്ന് പറയുമ്പോൾ നമ്മൾ പ്രകൃതിദത്ത വായു സഞ്ചാരം എന്ന് പറയുമ്പോൾ നമ്മൾ അതിലേക്ക് വേറെ വായു സഞ്ചാരത്തിന് വേണ്ടി പുറമെ നിന്നുള്ള ഊർജ്ജ സ്രോതസ്സുകൾ ഉപയോഗിക്കുന്നില്ല. കൃത്രിമ വായു സഞ്ചാര മാർഗങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഊർജ്ജ സ്രോതസ് ഉപയോഗിച്ചുകൊണ്ടാണ് വായു സഞ്ചാരം. അപ്പൊ സാധാരണയായിട്ട് വികസിത രാജ്യങ്ങളിലൊക്കെ വലിയ ഗ്രീൻ ഹൗസുകളിൽ എയർ കണ്ടീഷനിങ് സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. വലിയ കൂറ്റൻ ഗ്രീൻ ഹൗസുകളിലെ വലിയ എയർ കണ്ടീഷനിങ് സിസ്റ്റം ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് അവിടെ ഊഷ്മാവും അതുപോലെ തന്നെ ആർദ്രതയും റിലേറ്റീവ് ഹ്യൂമിഡിറ്റി, ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യുന്നത് എയർ കണ്ടീഷണർ വെച്ചിട്ടാണ്. വലിയ സംവിധാനമാണ്. പക്ഷെ ഇന്ത്യയെ പോലുള്ള ഒരു വികസ്വര രാജ്യത്തിൽ നമുക്ക് ഹരിതഗ്രഹ കൃഷിക്ക് വേണ്ടിയിട്ട് വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ചെയ്യാനായിട്ട് ആളുകൾക്ക് സാധ്യമല്ല. അതുപോലെ തന്നെ എയർ കണ്ടീഷൻ വെച്ചിട്ട് കൃഷി ചെയ്യുന്ന കാര്യമൊന്നും ആളുകൾക്ക് അത് അഫോർഡബിൾ അല്ല, അല്ലെങ്കിൽ അത് അതിനുള്ള ഒരു പ്രാപ്തിയിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. അപ്പൊ ഇവിടെ ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഇവർ ചെയ്യുന്നത് ഒരു ഫാൻ ആൻഡ് പാഡ് കൂളിംഗ് സിസ്റ്റം എന്ന് പറയും. ഒരു ഹരിതഗ്രഹത്തിന്റെ ഒരറ്റത്ത് 2 കൂറ്റൻ എക്സോസ്റ്റ് ഫാനും ബാക്കിൽ ഒരു വായു കടന്നു വരുന്ന ഒരു പാഡും വെച്ചുകൊണ്ട്, ഒരു നാരുകൾ കൊണ്ടുള്ള ഒരു പാഡും വെച്ചുകൊണ്ട് ഇത് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ, ഒരു തരി പോലും വായു അകത്തേക്കോ പുറത്തേക്കോ പോകാത്ത രീതിയിൽ പൂർണ്ണമായിട്ടും എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ചട്ടക്കൂട് ഉണ്ടാക്കിക്കൊണ്ട് ഫ്രണ്ടിൽ 2 കൂടുതൽ എക്സോസ്റ്റ് ഫാൻ വെക്കും. ഈ എക്സോസ്റ്റ് ഫാൻ വർക്ക് ചെയ്യുന്ന സമയത്ത്
ചൂടുള്ള വായു പുറത്തേക്ക് തള്ളും. അപ്പൊ ഇതിനകത്തൊരു ശൂന്യത വരുന്ന സമയത്ത് ഈ പുറകുവശത്തുള്ള ഈ പാഡ് വായു കടത്തിവിടുന്ന പെർമിയബിൾ ആയിട്ടൊരു പാഡാണ്. ഈ പാഡിനകത്ത് കൂടി പുതിയ വായു അകത്തേക്ക് വരും. ഈ പാഡിന് മുകളിൽ എപ്പോഴും നമ്മൾ വെള്ളം ഇടിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നനുത്ത പാഡായിരിക്കും. ഈ നനുത്ത പാഡിനകത്ത് കൂടി നനുത്ത കാറ്റാണ് വരുന്നത്. ഫ്രഷ് ആയിട്ടുള്ള ഈർപ്പമുള്ള തണുപ്പമുള്ള കാറ്റാണ് വരുന്നത്. അപ്പൊ ഇവിടെ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ആർദ്രതയും അതുപോലെ തന്നെ ഊഷ്മാവും, ഹ്യൂമിഡിറ്റി ആൻഡ് ടെമ്പറേച്ചർ. ഇങ്ങനെയാണ് ഈ സാധാരണയായിട്ട് കൃത്രിമ വായു സഞ്ചാര മാർഗങ്ങൾ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ നമ്മൾ ചെയ്യുന്നത്. എന്നാൽ കേരളത്തിലെ പ്രത്യേകമായിട്ടുള്ള കാലാവസ്ഥാ വിശേഷം, ഇവിടെ ഹ്യൂമിഡ് ട്രോപ്പിക്കൽ ക്ലൈമറ്റ് എന്ന് പറഞ്ഞ ഒരു കാലാവസ്ഥയാണ് കേരളത്തിലുള്ളത്. ഇന്ത്യയിൽ വേറെ ഒരു സംസ്ഥാനത്തിനും ഈ ഒരു കാലാവസ്ഥയില്ല. അപ്പൊ നമ്മൾ തീരപ്രദേശത്താണ് കിടക്കുന്നത്. നല്ല മഴയുണ്ട്, നല്ല ഊഷ്മാവുണ്ട്, നല്ല ആർദ്രതയുണ്ട്. ഹൈ ടെമ്പറേച്ചർ, ഹെവി റെയിൻഫോൾ ആൻഡ് ഹൈ ഹ്യൂമിഡിറ്റി. ഇത് മൂന്നും കൂടി ചേർന്നിട്ടുള്ള ഒരു കാലാവസ്ഥയാണ്. ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമാണ് ഹ്യൂമിഡ് ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ഉള്ളത്. അപ്പൊ ഇവിടെ ആർദ്രത, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കൂടുതലായതുകൊണ്ട് ഈ ഫാൻ ആൻഡ് പാഡ് സിസ്റ്റം വെച്ച് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ക്രോപ്പിന് ഇൻഫെക്ഷൻ വരും. കാരണം കേരളത്തിൽ ആരും എയർ കൂളറുകൾ വെച്ച് കിടക്കാറില്ല. കാര്യം എയർ കൂളർ വെച്ച് ഇവിടെ കിടന്നു കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി ആർദ്രത കൂടുതലുള്ളതുകൊണ്ട് എയർ കൂളർ വെച്ച് നമ്മൾ 2 ദിവസം കിടന്നുറങ്ങി കഴിയുമ്പോൾ 3 ദിവസം തീർച്ചയായിട്ടും നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവും. അപ്പൊ ഇൻഫെക്ഷൻ വരും. അപ്പൊ ഇതുപോലെയാണ്. അപ്പൊ ഈ ചെടികളെ നമുക്ക് ഒരിക്കലും ഫാൻ ആൻഡ് പാഡ് സിസ്റ്റം വെച്ചുകൊണ്ട് കേരളത്തിലെ ഈ പ്രത്യേക കാലാവസ്ഥ വിശേഷത്തിൽ നമുക്ക് ചെയ്യാൻ സാധ്യമല്ല. അപ്പം എയർ കണ്ടീഷനിങ് ചെയ്തിട്ട് കൃഷി ചെയ്യാനുള്ള സാധ്യത ഒരുപാട് ചെലവ് കൂടുതലാണ്. ആ ഒരു അവസരത്തിലാണ് കേരളത്തിലേക്ക് ഏറ്റവും അനുയോജ്യമായത് നാച്ചുറലി വെന്റിലേറ്റഡ് ഗ്രീൻ ഹൗസുകൾ, അല്ലെങ്കിൽ പ്രകൃതിദത്ത വായു സഞ്ചാരമുള്ള ഹരിതഗ്രഹങ്ങളാണ് കേരളത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. പ്രകൃതിദത്ത വായു സഞ്ചാരമുള്ള ഹരിതഗ്രഹങ്ങൾ, നാച്ചുറലി വെന്റിലേറ്റഡ്. അപ്പൊ ഈ നാച്ചുറലി വെന്റിലേറ്റഡ് ഗ്രീൻ ഹൗസുകൾ അല്ലെങ്കിൽ പ്രകൃതിദത്ത വായു സഞ്ചാരമുള്ള ഹരിതഗ്രഹങ്ങൾ അത് തന്നെ പലതരത്തിലുണ്ട്. അപ്പൊ അതിലെ ഈ ആദ്യകാലത്തെ ഗ്രീൻ ഹൗസുകളൊക്കെ നമ്മൾ ഗ്ലാസ് കൊണ്ടാണ് നിർമ്മിച്ചിരുന്നത്. അപ്പൊ അതിനെ ഗ്ലാസ് ഹൗസ് എന്നാണ് പറഞ്ഞിരുന്നത്. പിന്നീട് ഈ ഗ്ലാസിന് വില കൂടുതലാണ്, അതിന് ഭാരം കൂടുതലാണ്, പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്, നമുക്ക് ആവശ്യമുള്ള ഷേപ്പിലേക്ക് അതിനെ വളച്ചെടുക്കാനൊക്കെ സാധ്യമല്ലാത്തത് കൊണ്ട് ഗ്ലാസിനെ മാറ്റി പിന്നെ ദൃഢവും സുതാര്യവുമായ പ്ലാസ്റ്റിക് ഷീറ്റുകൾ കൊണ്ട്, പ്ലാസ്റ്റിക് ബോർഡുകൾ കൊണ്ട് ഹരിതഗ്രഹങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി പിൽക്കാലത്ത്. അപ്പൊ ഗ്ലാസ് കൊണ്ട് നിർമ്മിക്കുന്ന ഒരു ഹരിതഗ്രഹത്തിനെ ഗ്ലാസ് ഹൗസ് എന്ന് പറയുന്നു. അപ്പൊ ഗ്ലാസിന്റെ പരിമിതികൾ, പ്രത്യേകിച്ച് അതിനെ വളക്കാൻ പറ്റില്ല, പൊട്ടിപ്പോകുന്ന വില കൂടുതലാണ്, കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, ഭാരം കൂടുതലാണ്. അപ്പൊ ഇതിനെല്ലാം മറികടക്കാൻ വേണ്ടിക്കൊണ്ട് ദൃഢവും സുതാര്യവുമായ പ്ലാസ്റ്റിക്കിന്റെ ബോർഡുകൾ ഉപയോഗിച്ച് ഹരിതഗ്രഹങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. സമീപകാലത്ത് മൃദുലവും സുതാര്യവുമായ പോളിത്തീൻ ഷീറ്റുകൾ കൊണ്ട് ഹരിതഗ്രഹങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പൊ ഗ്ലാസ് കൊണ്ട് നിർമ്മിക്കുന്ന ഒരു ഹരിതഗ്രഹത്തിനെ ഗ്ലാസ് ഹൗസ് എന്ന് പറയുന്നത് പോലെ ഈ പോളിത്തീൻ ഷീറ്റ് കൊണ്ട് നിർമ്മിക്കുന്ന ഒരു ഹരിതഗ്രഹത്തിനെ പോളി ഹൗസ് എന്ന് പറയുന്നത്. അപ്പൊ പോളി ഹൗസുകളാണ് കേരളത്തിലെ ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിച്ചിരുന്ന പ്രകൃതിദത്ത വായു സഞ്ചാരമുള്ള ഗ്രീൻ ഹൗസുകൾ, അല്ലെങ്കിൽ നാച്ചുറലി വെന്റിലേറ്റഡ് ഗ്രീൻ ഹൗസുകൾ പോളി ഹൗസുകളായിരുന്നു. അപ്പം സമീപകാലത്ത് പോളി ഹൗസുകൾ ആരും തന്നെ വിജയകരമായിട്ട് ഉപയോഗിക്കുന്നില്ല. അപ്പം എന്തുകൊണ്ടാണ് എന്നതിലെ കൂടുതൽ എത്തിയെന്നുള്ളത് നടത്താം. അതിനുശേഷം നമുക്ക് അവസാനം മഴമറയിലേക്ക് എത്താം. അപ്പൊ ഈ ഹരിതഗ്രഹങ്ങൾ അത് എവിടെയാണെങ്കിലും, അത് ഗ്രീൻ ഹൗസ്, അത് പോളി ഹൗസ് ആണെങ്കിലും മഴമറയാണെങ്കിലും, അത് തിരഞ്ഞെടുക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ സൈറ്റ് സെലക്ഷൻ. ഒന്ന്, ആ മണ്ണിന്റെ ലവണാംശവും അതുപോലെ തന്നെ അമ്ലത അല്ലെങ്കിൽ ക്ഷാരത. ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ലവണാംശമാണ് സൂചിപ്പിക്കുന്നത്. pH, അസിഡിറ്റി, ആൽക്കലിനിറ്റി, അമ്ലത അല്ലെങ്കിൽ ക്ഷാരത. അപ്പൊ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഈ സ്ട്രക്ചർ, ചട്ടക്കൂട് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ആ മണ്ണിന്റെ ലവണാംശം, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയും അല്ലെങ്കിൽ അമ്ലത അല്ലെങ്കിൽ ക്ഷാരത, pH നമ്മൾ അറിയിക്കണം. അതുപോലെ തന്നെ കൃഷിക്ക് വേണ്ടി, ജലസേനത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പോകുന്ന വെള്ളത്തിന്റെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയും pH, അതായത് ലവണാംശവും pH. പിന്നെ വൈദ്യുതി ഉറപ്പുവരുത്തണം, ഇലക്ട്രിസിറ്റിയുടെ ലഭ്യത ഉറപ്പുവരുത്തണം. നമുക്ക് പല കാര്യങ്ങൾക്ക് വേണ്ടിയും കറണ്ട് ആവശ്യമുണ്ട്, ഇറിഗേഷന് വേണ്ടിയാണെങ്കിലും, അതുപോലെ തന്നെ ഈ പല കാര്യങ്ങൾ അതിലേക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കറണ്ട് ആവശ്യമുണ്ട്. അപ്പൊ കറണ്ടിന്റെ ലഭ്യത നമ്മൾ ഉറപ്പുവരുത്തണം. നിരപ്പായ സ്ഥലമായിരിക്കണം, കഴിയുന്നതും പൊല്യൂഷൻ ഇല്ലാത്ത അല്ലെങ്കിൽ വേറെ മാലിന്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്തായിരിക്കണം ഈ ചട്ടക്കൂട് ഉണ്ടാക്കേണ്ടത്. വാർത്താവിനിമയ സംവിധാനങ്ങൾ വേണം, കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ്, അതായത് മൊബൈലിലൊക്കെ റേഞ്ച് ഒക്കെ ഉള്ള സ്ഥലം വേണം. നമുക്ക് പലപ്പോഴും ഇൻപുട്ട് വാങ്ങാനോ ഔട്ട്പുട്ട് കൊടുക്കാനോ ഒക്കെ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ വേണ്ടി വരും. നിഴലുകൾ ഇല്ലാത്ത സ്ഥലമായിരിക്കണം. പിന്നെ തൊഴിലാളികൾ ആവശ്യത്തിന് ലഭ്യമാകുന്ന സ്ഥലത്തായിരിക്കണം നമ്മൾ ഈ ഹരിതഗ്രഹങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. ഹരിതഗ്രഹത്തിന്റെ ദിശ ക്രമീകരിക്കുന്ന എപ്പോഴും നമ്മൾ പ്രധാനമായിട്ടും, അത് പ്രത്യേകിച്ച് പോളി ഹൗസുകളാണെങ്കിൽ പ്രത്യേകിച്ചും, അതായത് ഏറ്റവും കൂടുതൽ കാറ്റടിക്കുന്ന ദിശയിലായിരിക്കും നമ്മൾ
കാര്യം ഈ കാറ്റ് അതിനകത്ത് കൂടി കടന്ന് അതിന് ഉള്ളിലുള്ള ചൂടുള്ള വായുവിനെ പുറത്തേക്ക്, കാര്യം ഇവിടെ പ്രകൃതിദത്ത വായു സഞ്ചാരമാണ്, കൃത്രിമ വായു സഞ്ചാര മാർഗമില്ല, ഫാനും പാഡും ഒന്നുമില്ല, എയർ കണ്ടീഷണറും ഇല്ല, കാറ്റ് തന്നെയാണ് ഈ ചൂടിനെ നിയന്ത്രിക്കുന്നത്. അപ്പൊ ആ നീളത്തിൽ ഉള്ള അതിന്റെ ദിശയിലൂടെ കാറ്റ് കടന്നു പോയിട്ട്, അപ്പൊ ഏറ്റവും കൂടുതൽ കാറ്റടിക്കുന്ന ദിശയിലായിരിക്കണം അതിന്റെ നീളം ക്രമീകരിക്കേണ്ടത്. പിന്നെ ചെറിയൊരു സ്ലോപ്പ് നീളത്തിലും ചെറിയ സ്ലോപ്പ് വീതിയിലും നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അത് ഭൂമിയിൽ ഫ്ലോറിന് കൊടുക്കേണ്ട സ്ലോപ്പാണ്. ഇനി ഈ പോളി ഹൗസുകളെ പ്രധാനമായിട്ട് 2 തരത്തിലാണ് കണ്ടിരിക്കുന്നത്. ഒന്ന് കേബിൾ ടൈപ്പും ഒന്ന് സോ ടൂത്ത് ടൈപ്പുമാണ്. ഇത് കേരളത്തില് അത് ഏറ്റവും കൂടുതൽ ആളുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഈ സോ ടൂത്ത് ടൈപ്പ് പോളി ഹൗസുകളാണ് കേരളത്തില്. ഇനി ഇതിന്റെ ഫൗണ്ടേഷൻ, ഈ സ്ട്രക്ചറിന്റെ ഫൗണ്ടേഷൻ ഉണ്ട്. പ്രത്യേകിച്ച് പോളി ഹൗസിനാകുമ്പോൾ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ വേണം. ഫൗണ്ടേഷൻ എടുക്കുമ്പോൾ നമ്മൾ അതിനായിട്ട് ഒരു 1.5 അടി വ്യാസവും 2.5 അടി താഴ്ചയുമുള്ള ഒരു കുഴി എടുക്കണം. 1.5 അടി വ്യാസം 2.5 അടി താഴ്ചയുള്ള ഒരു കുഴി. അത് ലൂസായിട്ടുള്ള മണ്ണാണെങ്കിൽ 3 അടി വരെ പോകേണ്ടി വരും ചിലപ്പോൾ, പ്രത്യേകിച്ച് പോളി ഹൗസുകൾക്ക്. മഴമറിയാണെങ്കിൽ അത്രയും താഴ്ചയിൽ പോകണ്ട. അപ്പൊ സ്ട്രക്ചറിന് കുറച്ചുകൂടെ ഹൈറ്റ് കുറവായതുകൊണ്ട് അപ്പൊ ഈ സ്ട്രക്ചർ മുഴുവൻ താങ്ങേണ്ടത് ഫൗണ്ടേഷനിലാണ്. ഈ കുഴി എടുക്കണം. ഈ കുഴിക്കകത്ത് നമ്മൾ 1.2-2.4 അനുപാതത്തിൽ കോൺക്രീറ്റിന്റെ മിക്സിട്ട് പൈപ്പ് ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് ടെലസ്കോപ്പിക് രീതിയിലാണ്. അതായത് ഫൗണ്ടേഷൻ പൈപ്പ് വ്യാസം കുറഞ്ഞതും സ്ട്രക്ചറിന്റെ പൈപ്പ് വ്യാസം കൂടിയതുമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ കുറഞ്ഞ വ്യാസമുള്ള ഒരു പൈപ്പിലോട്ട് വലിയ വ്യാസമുള്ള ഒരു പൈപ്പിൽ നമ്മൾ ഇറക്കി വെച്ച് ഒരു സ്ലീവ് പോലെ ഇറക്കി വെച്ചിട്ട് ഡ്രില്ല് ചെയ്തിട്ട് നെറ്റ് ബോൾട്ട് ഇട്ട് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വെൽഡിങ് കഴിയുന്നത് ഒഴിവാക്കണം. നെറ്റ് ബോൾട്ടിലാണ് എല്ലാ ജോയിന്റുകളും നമ്മൾ കൊടുക്കേണ്ടത്. പിന്നെ GI പൈപ്പുകളായിരിക്കണം ഈ സ്ട്രക്ചറിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഗാൽവനൈസ്ഡ് അയൺ എന്ന് പറയും. GI പൈപ്പ് അതൊരു പ്രോസസ്സിലൂടെ നമ്മൾ ഉണ്ടാക്കുന്ന പൈപ്പാണ്. സാധാരണ പൈപ്പ്, ശരിക്കുള്ള പൈപ്പ് കാസ്റ്റ് അയൺ ആണ് തുരുമ്പ് പിടിക്കുന്നത്. അതിൽ നമ്മൾ ഈ തിളച്ചു മറിയുന്ന സിങ്കിനകത്ത് കുടുങ്ങിയെടുക്കുന്നതാണ് ഈ ഗാൽവനൈസ്ഡ് അയൺ എന്ന് പറയുന്നത്. GI പൈപ്പുകൾ, ഈ GI പൈപ്പുകൾ ഒരിക്കലും തുരുമ്പ് പിടിക്കില്ല, GI പൈപ്പാണ്. പക്ഷെ ഇന്ന് മാർക്കറ്റിൽ GI പൈപ്പിന് പകരം GP എന്ന് പറഞ്ഞ് ഗാൽവനൈസ്ഡ് പെയിന്റ് എന്ന് പറഞ്ഞിട്ട് ചെയ്തിരിക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ് പൈപ്പുകളുണ്ട്. അത് കാണുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയും അതിന് പെർഫെക്ഷൻ കുറവായിരിക്കും. ജോയിന്റില് ഈ കാസ്റ്റ് അയൺ പൈപ്പ് എപ്പോഴും ഷീറ്റ് റോൾ ചെയ്തിട്ട് ഗ്യാസ് വെൽഡ് ചെയ്താണ് പൈപ്പ് ആക്കുന്നത്. ഈ കാസ്റ്റ് അയൺ പൈപ്പിന്റെ ജോയിന്റ് വളരെ ക്ലിയർ ആയിട്ട് കാണാം. ഈ GPക്കും അത് കാണാൻ പറ്റും. പക്ഷെ ഗാൽവനൈസ്ഡ് അയൺ ആയി കഴിയുമ്പോൾ സിങ്കിനകത്തിട്ട് മുക്കി തിളപ്പിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും ആ ജോയിന്റ് ഒക്കെ വളരെ സ്മൂത്ത് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ജോയിന്റ്, അതുപോലെ തന്നെ ഈ ഗാൽവനൈസ്ഡ് അയൺ GI പൈപ്പുകൾക്ക് ഭാരം കൂടുതലായിരിക്കും, GP പൈപ്പുകൾക്ക് ഭാരം കുറവായിരിക്കും. അപ്പൊ അതാണ്. പിന്നീട് ഈ പോളി ഹൗസുകളാണെങ്കിൽ അതിന്റെ ഹൈറ്റ് സാധാരണ പറയുന്നത് തീരപ്രദേശത്ത് സൈഡിൽ 4 മീറ്ററും സെന്ററിൽ 7 മീറ്ററുമാണ്. അതുപോലെ തന്നെ ഹില്ലി മലയോര മേഖലയിലാണെങ്കിൽ സൈഡിൽ 3.5 മീറ്ററും ടോപ്പിൽ 6 മീറ്ററുമാണ്. ഞാൻ ജസ്റ്റ് അതിന്റെ സ്പെസിഫിക്കേഷൻ പറഞ്ഞെന്നുള്ളൂ, പോളി ഹൗസിലേക്ക് പോകേണ്ട ആവശ്യമില്ല, ഞാൻ പറഞ്ഞതാണ്. ഇതിനകത്ത് ഉപയോഗിക്കുന്ന ചില മെറ്റീരിയൽസ് ഉണ്ട്. എസ്പെഷ്യലി ഇതിപ്പോ രണ്ടിനും ബാധകമാണ്. പോളി ഹൗസുകൾക്കും മഴമറകൾക്കും ബാധകമായിട്ടുള്ള മെറ്റീരിയലാണ് UV ഷീറ്റ്. അതിന് മുകളിൽ ഉപയോഗിക്കുന്ന ഷീറ്റ്, ഈ സ്ട്രക്ചറിന് മുകളിൽ ഇടുന്ന ഷീറ്റ്. ഈ ഷീറ്റ് 200 മൈക്രോൺ കട്ടിയുള്ള സുതാര്യമായ പോളിത്തീൻ ഷീറ്റാണ്. 200 മൈക്രോൺ തിക് ട്രാൻസ്പെറന്റ് പോളിത്തീൻ ഷീറ്റ്. ഈ 200 മൈക്രോൺ കട്ടിയും സുതാര്യവുമുള്ള ഈ ഷീറ്റില് 5 സവിശേഷതകളുണ്ട്. ഒന്ന്, അത് UV സ്റ്റെബിലൈസ്ഡ് എന്ന് പറഞ്ഞാൽ അൾട്രാ വയലറ്റ് കിരണങ്ങളെ സ്റ്റെബിലൈസ് ചെയ്ത് കടത്തിവിടുന്ന ഒരു സവിശേഷത. രണ്ടാമത്തത് ഡിഫ്യൂഷൻ, പ്രകാശ കിരണങ്ങളെ വിഘടിപ്പിക്കുക. മൂന്നാമത്തത് IR ബ്ലോക്ക്, ഇൻഫ്രാറെഡിനെ ബ്ലോക്ക് ചെയ്യുക. നാലാമത്തത് ആന്റി ഡസ്റ്റ് ആൻഡ് ആന്റി ഡ്രിപ്പ്. നാലാമത്തത് ആന്റി ഡസ്റ്റ്, പൊടി പിടിക്കാത്ത പ്രോപ്പർട്ടി. അഞ്ചാമത്തത് ആന്റി ഡ്രിപ്പ്, ഈ വെള്ളം തുള്ളിയുമായിട്ട് ഇറ്റി താഴേക്ക് വിടാത്ത പ്രോപ്പർട്ടി. ഇതിൽ ഓരോന്നും എന്താണെന്ന് നോക്കാം. ഈ UV സ്റ്റെബിലൈസേഷൻ എന്ന് പറഞ്ഞാൽ സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശകിരണങ്ങൾ, സാധാരണയായിട്ട് അന്തരീക്ഷത്തിൽ സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശകിരണങ്ങളില് നമ്മുടെ നഗ്നനേത്രങ്ങൾക്ക് കാണാൻ കഴിയാവുന്ന വിസിബിൾ ലൈറ്റ് ഉണ്ടാവും. അതിനേക്കാളും തരംഗദൈർഘ്യം കുറഞ്ഞ അൾട്രാ വയലറ്റ് കിരണങ്ങൾ ഉണ്ടാവും. അതിനേക്കാൾ തരംഗദൈർഘ്യം കൂടിയ ഇൻഫ്രാറെഡ് കിരണങ്ങളും ഉണ്ടാവും. ഇതില് ഈ അൾട്രാ വയലറ്റ് കിരണങ്ങള് പൊതുവെ ദോഷകരമാണ്. പക്ഷെ അൾട്രാ വയലറ്റിനകത്ത് 3 തരം കിരണങ്ങളുണ്ട്. അൾട്രാ വയലറ്റ് A, അൾട്രാ വയലറ്റ് B, അൾട്രാ വയലറ്റ് C. ഈ 3 തരം അൾട്രാ വയലറ്റ് കിരണങ്ങൾ ഉള്ളതിൽ അൾട്രാ വയലറ്റ് A ചെടിക്ക് മണവും നിറവും ഗുണവും പ്രദാനം ചെയ്യുന്നതിൽ സഹായിക്കുന്നു. അൾട്രാ വയലറ്റ് A മണവും നിറവും ഗുണവും പ്രദാനം ചെയ്യാൻ സഹായിക്കുന്നു. അൾട്രാ വയലറ്റ് Bയും അൾട്രാ വയലറ്റ് Cയും ചെടിക്ക് ദോഷകരമാണ്. അപ്പൊ ഇവിടെ ഒരു സൂര്യപ്രകാശം ഈ ഷീറ്റിന്റെ മുകളിൽ വന്ന് പതിക്കുന്ന സമയത്ത് അൾട്രാ വയലറ്റ് കിരണങ്ങളിൽ അൾട്രാ വയലറ്റ് A മാത്രം അകത്തേക്ക് കടത്തിവിടുകയും അൾട്രാ വയലറ്റ് B-യെയും C-യെയും അകത്തേക്ക് വരാൻ അനുവദിക്കാതെ തിരിച്ചയക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് UV സ്റ്റെറിലൈസേഷൻ. അതൊരു അരിപ്പയിലൂടെ നമ്മൾ പൊടി അരിക്കുമ്പോൾ നേർത്തത് അകത്തേക്ക് വരികയും വലിയത് തടഞ്ഞു നിൽക്കുകയും ചെയ്യുന്നത് പോലെ ഒരു അരിപ്പ പോലുള്ള പ്രതിഭാസമാണ്. അൾട്രാ വയലറ്റ് A കിരണങ്ങളെ മാത്രം അകത്തേക്ക് കടത്തിവിടുകയും
അൾട്രാവയലറ്റ് ബിയെയും സിയെയും തടയുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് UV സ്റ്റെബിലൈസേഷൻ. രണ്ടാമത്തേത് ഡിഫ്യൂഷൻ, പ്രകാശകിരണങ്ങളെ വിഘടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം പ്രകാശകിരണങ്ങൾ വിഘടിക്കുന്നത് വഴി നമുക്കുള്ള ഒരു നേട്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിഴലുകൾ ഉണ്ടാവുന്നില്ല. സാധാരണയായിട്ട് നമ്മൾ പഴയ കാലത്തുള്ള ഫിലമെന്റ് ഉപയോഗിച്ച ബൾബാണെങ്കിൽ അതിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ മനുഷ്യന്റെ നിഴല് നന്നായിട്ട് നമുക്ക് കാണാൻ കഴിയും. പക്ഷെ ഒരു ഫ്ലോറസെന്റ് ട്യൂബ് ആകുമ്പോൾ നിഴല് കുറച്ചുകൂടെ ലൈറ്റ് ആയിരിക്കും. ഒരു CFL ലാമ്പ് ആണെങ്കിൽ, ബൾബാണെങ്കിൽ കുറച്ചുകൂടെ, ഒരു LED ലൈറ്റിന്റെ താഴെയാണെങ്കിൽ കുറെ നിഴൽ തീരെ ഇല്ലാതെ എന്ന് തന്നെ പറയാം. കാര്യം ഈ ഓരോ സമയത്തും കൂടുതലായിട്ട് സ്കാറ്റർ ചെയ്ത് അല്ലെങ്കിൽ ഡിഫ്യൂസ് ചെയ്തിരിക്കുന്ന പ്രകാശമാണ് വരുന്നത്. അപ്പൊ അങ്ങനെ ഡിഫ്യൂസ്ഡ് ആയിട്ടുള്ള ഈ പ്രകാശകിരണങ്ങളിൽ നിഴലുകൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പം ഒരിലയുടെ നിഴല് മറ്റിലയുടെ മുകളിൽ പതിച്ച് ഈ പ്രകാശ സംശ്ലേഷണത്തിന് തടസ്സം ഉണ്ടാകുന്ന പ്രക്രിയ ഉണ്ടാകുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തേത് IR ബ്ലോക്കിംഗ്, ഇൻഫ്രാറെഡിനെ പൂർണ്ണമായിട്ടും തടയുക. ഇൻഫ്രാറെഡ് കിരണങ്ങൾ ചൂട് കൂടാൻ സഹായിക്കുന്ന ഒരു സാധനമാണ്. ഇൻഫ്രാറെഡ് നമുക്ക് ആവശ്യമില്ല, ചെടികൾക്ക് ഒരു ഗുണവും നൽകുന്നില്ല, ചൂട് മാത്രമാണ്, തരംഗദൈർഘ്യം കൂടിയ പ്രകാശകിരണങ്ങളാണ്. അപ്പൊ ഇൻഫ്രാറെഡിനെ പൂർണ്ണമായിട്ടും തടയുക എന്നുള്ളതാണ് IR ബ്ലോക്കിംഗ് ചെയ്യുന്നത്. അപ്പൊ അതും ഈ ഷീറ്റിന്റെ പ്രോപ്പർട്ടിയാണ്. ആന്റി ഡസ്റ്റ് എന്ന് പറഞ്ഞാൽ പൊടി പിടിക്കാത്ത, ഷീറ്റിന് മുകളിൽ പൊടി പറ്റി പിടിക്കാത്ത ഒരു പ്രക്രിയയാണ്. അതിനെ ആന്റി ഡസ്റ്റ് എന്ന് പറയുന്നു. പിന്നീട് വരുന്നത് ആന്റി ഡ്രിപ്പ്. ഈ സ്ട്രക്ചറിനകത്ത്, ഈ ചട്ടക്കൂടിനകത്ത് നമ്മൾ ഡ്രിപ്പ് ഒക്കെ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന വെള്ളം അത് നേരെ ബാഷ്പീകരിച്ചിട്ട് പകൽ സമയത്ത് ചിലപ്പം പ്രതലത്തിൽ നിന്ന് ബാഷ്പീകരിച്ചിട്ട് ഈ ഷീറ്റിന് മുകളിൽ പോയി പറ്റി പിടിക്കുകയും രാത്രി കാലങ്ങളിൽ അത് ഘനീഭവിച്ച് തുള്ളിയായിട്ട് താഴെ കിറ്റി വിടുകയും ചെയ്യുന്ന സാധ്യതയുണ്ട്. അങ്ങനെ വീഴുന്ന പക്ഷം അത് ഫംഗൽ ഡിസീസിനൊക്കെ സാധ്യതയാണ്. അപ്പം വെള്ളം പറ്റി പിടിക്കാത്തൊരു പ്രോപ്പർട്ടിയാണ്, അതാണ് ആന്റി ട്രിപ്പ്. ഈ പറഞ്ഞ 5 സവിശേഷതയുള്ള ഷീറ്റാണ് നമ്മൾ സാധാരണയായിട്ട് ഹരിതഗ്രഹങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. പോളി ഹൗസിനാണെങ്കിലും മഴമറകൾക്കാണെങ്കിലും ഇതേ ഷീറ്റാണ് ഉപയോഗിക്കുന്നത്. ഞാൻ പോളി ഹൗസിനെ കുറിച്ച് പറയുന്നത് നിലവിൽ ആരെങ്കിലും പോളി ഹൗസ് സംരംഭകരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി മാത്രമാണ്. പുതിയ സംരംഭകരെ ആരെയും ഞാൻ പോളി ഹൗസിന് വേണ്ടി ഉദ്ദേശിക്കുന്നില്ല. കാര്യം ഞാൻ അതിലേക്ക് വരാം. പോളി ഹൗസ് ഒരിക്കലും നമുക്ക് വേണ്ട എന്ന് പറയുന്ന ഒരു അവസ്ഥാവിശേഷത്തിലാണ് നമ്മൾ കിടക്കുന്നത്. അപ്പൊ പോളി ഹൗസ് ചെയ്യുന്നവരും അല്ലെങ്കിൽ പോളി ഹൗസിനെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അതിലേക്ക് വേണ്ടി മാത്രമാണ് കുറച്ച് പോളി ഹൗസിനെ കുറിച്ച് പറയുന്നത്. അപ്പം 200 മൈക്രോൺ കട്ടിയുള്ള സുതാര്യമായ ഒരു പോളിത്തീൻ ഷീറ്റാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള മെറ്റീരിയൽ. അതിന്റെ വില ഏകദേശം ശരാശരി ഒരു ചതുരശ്ര മീറ്ററിന് 20 മുതൽ 24 രൂപ വരെ വരും എന്ന് കൂട്ടിക്കോ. അതേ സാധനം തന്നെ ഈ പറഞ്ഞ 5 സവിശേഷതകൾ ഉണ്ടായി കഴിഞ്ഞാൽ ആ ഷീറ്റിന്റെ വില 60 മുതൽ 72 രൂപ വരെ, അതായത് 3 ഇരട്ടി. ഓരോ കമ്പനിയുടെ അനുസരിച്ചിട്ട് ചെറിയ വ്യത്യാസമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. പല റേഞ്ചിലുള്ള മെറ്റീരിയൽസ് ഉണ്ട്, ക്വാളിറ്റി കൂടിയത്, ക്വാളിറ്റി, അതായത് പല കമ്പനി അനുസരിച്ചിട്ട് റേറ്റിൽ ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. എന്തായാലും ശരി, സാധാരണയായിട്ട് 200 മൈക്രോൺ കട്ടിയുള്ള ഒരു ഷീറ്റിനേക്കാൾ 3 ഇരട്ടിയോളം വിലയുണ്ട് ഈ പറഞ്ഞ 5 സവിശേഷതകളുള്ള ഷീറ്റ്. അപ്പൊ 20 രൂപ സാധാരണ ഷീറ്റ് ഉണ്ടെങ്കിൽ അത് 60 രൂപ ഈ പറഞ്ഞ സവിശേഷതയുള്ള ഷീറ്റിനുണ്ട്. കാരണം ഇത് ചില രാസപ്രക്രിയയിലൂടെ അതിന് ചില രൂപമാറ്റങ്ങൾ സംഭവിച്ചിട്ടാണ് ഈ ഷീറ്റ് വരുന്നത്. പക്ഷെ ഈ പറഞ്ഞ 5 സവിശേഷതകൾ നമുക്ക് കണ്ണുകൾ കൊണ്ട് നോക്കിയാൽ തിരിച്ചറിയാൻ പറ്റാത്തതാണ്. അപ്പൊ നമ്മള് ഏതൊരു സ്ട്രക്ചർ ആണെങ്കിലും, മഴമറയാണെങ്കിലും പോളി ഹൗസ് ആണെങ്കിലും, നമ്മൾ ഈ ഷീറ്റ് വാങ്ങുമ്പോൾ ഈ ഷീറ്റിന് മുകളിൽ ദിസ് സൈഡ് അപ്പ് എന്നിട്ടുണ്ട്, ഈ വശം മുകളിൽ എന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പൊ ഷീറ്റ് ഇടുന്ന സമയത്ത്, അല്ലെങ്കിൽ ചില കമ്പനിക്കാരാണെങ്കിൽ അകത്ത് ഇൻസൈഡ് എന്ന് എഴുതിയിട്ടുണ്ടാവും. ഇൻസൈഡ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് അകത്ത് തന്നെ വരണം ആ ഭാഗം. ദിസ് സൈഡ് അപ്പ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ഭാഗം മുകളിലേക്ക് തന്നെ വരണം. നിർഭാഗ്യവശാൽ ഈ ഷീറ്റ് മിക്കവാറും പണ്ടൊക്കെ ചെയ്തിരിക്കുന്ന പല പോളി ഹൗസുകളും ഒക്കെ ചെയ്തിരിക്കുന്നത് ഈ കമ്പനിക്കാരെ, ബംഗാളികളെ, അങ്ങനെ അന്യസംസ്ഥാന തൊഴിലാളികളെ, അതിഥി തൊഴിലാളികളെ കൊണ്ടാണ് ഇതൊക്കെ ചെയ്യിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അവർക്ക് ഇംഗ്ലീഷും മലയാളം ഒന്നും അറിയില്ല. ഇംഗ്ലീഷിലാണ് ഇത് പ്രിന്റ് ചെയ്തിട്ടുണ്ടാവുക. ഇവരെന്ത് ചെയ്തിട്ടുണ്ടാവുക പറഞ്ഞാല് ഈ ഷീറ്റ് എങ്ങനെയാണ് അവർ ഈ റോൾ അഴിക്കുന്നത്, അഴിക്കുന്ന കണക്കിന് അവർ എടുത്തിട്ട് അത് ഇട്ടിട്ടുണ്ടാവും. അപ്പൊ പലപ്പോഴും ഞാൻ പല സ്ഥലത്തും, ഇവൻ നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങളിൽ പോലും പല സ്ഥലത്തും ഞാൻ കണ്ടിട്ടുണ്ട്. ഈ പോളി ഹൗസിനകത്തൊക്കെ ചെല്ലുമ്പോൾ അകത്ത് കയറുമ്പോൾ ദിസ് സൈഡ് അപ്പ് എന്ന് വായിക്കാൻ പറ്റിയിട്ടുണ്ട് പലപ്പോഴും. അപ്പൊ അങ്ങനെ നിർഭാഗ്യവശാൽ എന്തെങ്കിലും ഒരു അബദ്ധം കൊണ്ട് ഈ ഷീറ്റ് തലതിരിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ UV സ്റ്റെബിലൈസേഷൻ ആ ഷീറ്റിന്റെ മുകളിൽ, കാര്യം ഈ പറഞ്ഞ 5 പ്രോപ്പർട്ടികളിൽ, 5 സവിശേഷതകളിൽ UV സ്റ്റെബിലൈസേഷൻ, ഡിഫ്യൂഷൻ, IR ബ്ലോക്കിംഗ്, ആന്റി ഡസ്റ്റ് എന്ന് പറഞ്ഞ 4 സവിശേഷതകൾ ഷീറ്റിന്റെ മുകൾ വശത്തും ആന്റി ഡ്രിപ്പ് എന്ന് പറഞ്ഞ സവിശേഷത ഷീറ്റിന്റെ അടിഭാഗത്തുമാണ് വരേണ്ടത്. അപ്പം എന്തെങ്കിലും ഒരു അബദ്ധത്തിന് ഷീറ്റ് നമ്മൾ തലതിരിച്ചിട്ട് കഴിഞ്ഞാൽ UV സ്റ്റെബിലൈസേഷനും ഡിഫ്യൂഷനും IR ബ്ലോക്കിങ്ങും ആന്റി ഡസ്റ്റും ഷീറ്റിന്റെ മുകൾ വശത്ത് കിട്ടില്ല. കാരണം ഷീറ്റ് തിരിഞ്ഞു പോയി. അകത്ത് ആന്റി ഡ്രിപ്പും കിട്ടില്ല, അവിടെയും തിരിഞ്ഞു പോയി. അപ്പൊ ഈ 5 സവിശേഷതകൾ നഷ്ടമാകുന്നു ഒരു അബദ്ധത്തിന് നമ്മൾ ഷീറ്റ് തലതിരിച്ചിട്ട് കഴിഞ്ഞാൽ. ഓക്കെ, അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവ 60 രൂപ കൊടുത്ത് വാങ്ങിയ 5 സവിശേഷതകളുടെ ഷീറ്റ്
ഇടുന്ന ആളുടെ അബദ്ധം കൊണ്ട് തലതിരിഞ്ഞു പോയി കഴിയുമ്പോൾ അത് വെറും 20 രൂപ വരെയുള്ള സാധാ ഷീറ്റിന്റെ ഗുണനിലവാരത്തിലേക്ക് മാറുന്നു. ഈ സവിശേഷതയൊക്കെ നഷ്ടപ്പെടും. അതുകൊണ്ട് ഷീറ്റ് ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ പ്രിന്റ് അനുസരിച്ചിട്ട് ദിസ് സൈഡ് അപ്പ് ആണെങ്കിൽ അത് മുകളിലേക്ക് പോകണം, ഇൻസൈഡ് ആണെങ്കിൽ അത് അകത്തേക്ക് തന്നെ വരണം. പിന്നീട് വെന്റിലേഷൻ, അതായത് ഇത് പോളിഹൗസിന്റെ കേസാണ് പറയുന്നത്. വെന്റിലേഷൻ കൊടുക്കുമ്പോൾ നമ്മള് സാധാരണയായിട്ട് നിലത്തിന്റെ ഏരിയ എത്രയാണ് അതിന്റെ 30% കൊടുക്കുന്നത്. ടോപ്പിൽ വെന്റിലേഷൻ 1.2 മീറ്റർ ആണ്. സാധാരണയായിട്ട് നമ്മൾ വെന്റിലേഷൻ കൊടുക്കുന്നത് ഇൻസെക്ട് നെറ്റ് ആണ്. ഇപ്പം 40 മെഷിന്റെ 40 മെഷ് സൈസുള്ള UV സ്റ്റെബിലൈസേഷൻ തന്നെ നടത്തിയിരിക്കുന്ന നെറ്റുകളാണ്, ഇൻസെക്ട് നെറ്റുകളാണ്, കീടവലകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് വായുസഞ്ചാരം നിശ്ചിത എമൗണ്ടിൽ, നിശ്ചിത അളവിൽ വായുസഞ്ചാരം ഉറപ്പുവരുത്തുമെന്ന് കണക്കാക്കിയാണ് ഈ 40 മൈക്രോൺ നമ്മൾ നിഷ്കർഷിച്ചിരിക്കുന്നത്. അതാണ് ശുപാർശ ചെയ്തിരിക്കുന്നത് ഒരു സ്പെസിഫിക്കേഷൻ. അപ്പൊ അതാണ് സാധാരണയായിട്ട് നമ്മൾ ഈ വശങ്ങളിൽ കൊടുക്കുന്ന കീടവലകളുടെ സൈസ് അതാണ്. അതുപോലെ തന്നെ ഏപ്രോൺ എന്ന് പറയും. ഈ കീടവലകൾ കഴിഞ്ഞ് അടിഭാഗത്ത് ഏകദേശം 2 അടിയോളം ഉയരത്തില് ഈ എലിയും മറ്റുള്ള ക്ഷുദ്രജീവികളൊക്കെ കടിച്ച് കീറാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് വായു കടക്കാത്ത കട്ടി കൂടിയ സാധനമാണ് വെക്കുന്നത്. അതിന് ഈ അൾട്രാവയലറ്റ് സ്റ്റെബിലൈസ് ചെയ്തിരിക്കുന്ന ഒന്നുകൂടെ ചെയിൻ ഈ മുകളിലിടുന്ന ഷീറ്റ് തന്നെ ആവാം, അല്ലെങ്കിൽ 150 ഗ്രാംസ് പെർ സ്ക്വയർ മീറ്റർ എന്ന തോതിൽ കനമുള്ള വൂവൻ ഫാബ്രിക് കൊടുക്കാം. എന്നാലും ശരി, ഇത് നമ്മൾ കൊടുക്കുന്നത് ഏകദേശം ഒരു 30 സെന്റിമീറ്റർ താഴേക്ക് കുഴിച്ച് ഒരു 20 സെന്റിമീറ്റർ പരത്തി വെച്ച് മണ്ണിലിടിച്ചാണ് വെക്കുന്നത്. ഇത് പോളിഹൗസിന്റെ കേസിലാണ്. മഴമറക്കാണെങ്കിൽ സൈഡ് വെന്റിലേഷന്റെ ഏപ്രോൺ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഷെയ്ഡ് നെറ്റ് കൊടുക്കുന്നത്, നമ്മൾ അകത്ത് ചൂട് കൂടുമ്പം, അത് പോളിഹൗസിലാണെങ്കിലും മഴമറയിലാണെങ്കിലും നമുക്ക് വേനൽക്കാലത്ത് നല്ല ചൂടുള്ള സമയത്ത് അത് തടയുന്നതിന് വേണ്ടിയിട്ട് അകത്ത് നമ്മൾ റോൾ ചെയ്യുകയും അൺറോൾ ചെയ്യുകയും വിരിച്ചിടാനും ചുരുട്ടി വെക്കാനും കഴിയുന്ന രീതിയിൽ 50% നിഴലുകൾ ഉറപ്പുവരുത്തുന്ന ഇൻസെക്ട് നെറ്റ് കൊടുക്കാറുണ്ട്. ഷെയ്ഡ് നെറ്റ് കൊടുക്കാറുണ്ട്. തണൽ വലകള്, ഷെയ്ഡ് നെറ്റുകൾ, അത് നമുക്ക് ഉപയോഗിക്കാം. അത് ബ്ലാക്കോ വൈറ്റോ കളറോ ഉപയോഗിക്കാം. പിന്നെ കീടവലകളാണ് ഞാൻ പറഞ്ഞത് 40 മെഷിന്റെ. ഇത്രയുമാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ്. ഇനി ഈ മണ്ണില് നമ്മൾ ഈ പ്രത്യേകിച്ച് പോളിഹൗസ് ആണെങ്കിൽ വളരെയധികം സൂക്ഷിക്കണം. മഴമറയിലും വേണം. മണ്ണിനകത്താണ് സാധാരണ ഗ്രോ ബാഗ് അല്ലാതെ മണ്ണിൽ കൃഷി ചെയ്യുന്ന സമയത്ത് ആ മണ്ണിന്റെ ആൽക്കലിനിറ്റി, അസിഡിറ്റി നമ്മൾ നോക്കണം. pH 5.5 മുതൽ 6 വരെയുള്ള റേഞ്ചിലായിരിക്കും അതിന്റെ pH. അതിലും കൂടാൻ കുറയാൻ പാടില്ല. അസിഡിറ്റി ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ സോയിൽ pH നമ്മൾ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കണം. അതുപോലെ തന്നെ മണ്ണിന്റെ ലവണാംശം അത് 1 ഡെസിമീൽ പെർ മീറ്റർ എന്ന തോതിലാണ് അത് മണ്ണിന്റെ ഒരു സാച്ചുറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പേസ്റ്റ് പോലെ ആക്കിയിട്ട് അതിലൊരു ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി മീറ്റർ വെച്ചാണ് അത് നോക്കുന്നത്. അത് ലവണാംശത്തിന്റെ ഒരു ഇൻഡിക്കേഷൻ ആണ്. അതുപോലെ ജലസേചനത്തിന് ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ pH 5.4 മുതൽ 6.8 വരെയാണ് pH നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ അതിന്റെ ലവണാംശം പറയുന്നത് 0.8 ആണ്. വളം കൂടി കൊടുക്കുന്ന സമയത്ത് 1.2 വരെ ആവാം. ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇത് നമുക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇനി നമ്മൾ ബെഡ് എടുക്കുന്ന സമയത്ത്, അത് മഴമറക്കകത്താണെങ്കിലും പോളിഹൗസിനകത്താണെങ്കിലും ബെഡ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഈ 2 ബെഡുകൾക്കിടയിൽ നമുക്ക് നടന്നു പോകാനുള്ള അത്രയും നമുക്ക് പാസേജ് വേണം. നടന്നു പോകാൻ മാത്രമല്ല, ഒരു ചെറിയ പുഷ്കാർട്ട്, ഒരു ഉന്തുവണ്ടിയോ അല്ലെങ്കിൽ ഒരു അർബാനയോ ഒക്കെ ഉരുട്ടി കൊണ്ടുപോകാനുള്ള സ്ഥലം വേണം. അതുപോലെ തന്നെ അത് അങ്ങേ അറ്റത്ത് കൊണ്ടുപോയിട്ട് തിരിച്ചെടുക്കാനുള്ള സ്ഥലം വേണം. അപ്പൊ ഒരിക്കലും ബെഡ് സ്ട്രക്ചറിന്റെ 2 ഭാഗവും മുട്ടിച്ചുകൊണ്ട് നമ്മൾ കൃഷി ചെയ്യരുത്. നടുക്ക് ആവശ്യത്തിന് രീതിയിലുള്ള ഒരു പാസേജ് വേണം. അത്രയും പാസേജ് തന്നെ, അത്രയും രീതിയിൽ തന്നെ 2 അറ്റത്തും കൊടുക്കണം. അത് നിർബന്ധമായിട്ട് നമ്മൾ കൊടുക്കേണ്ടതാണ്. അപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞത് പൊതുവെ ചില കാര്യങ്ങളാണ്. ഇനി ഈ കേരളത്തിലെ വളരെയധികം ആഘോഷപൂർവ്വം നമ്മൾ കൊണ്ടുവന്ന ഒരു പദ്ധതിയായിരുന്നു ഈ പോളിഹൗസ് പദ്ധതി. നിർഭാഗ്യവശാൽ കേരളത്തിൽ ഇന്ന് വിജയകരമായി പ്രവർത്തിക്കുന്ന പോളിഹൗസുകൾ എത്ര എന്ന് ചോദിച്ചാൽ വിരലിലെണ്ണാവുന്ന അത്ര പോലും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ എന്തുകൊണ്ടാണ് കേരളത്തിൽ ഈ പോളിഹൗസ് കൃഷി അല്ലെങ്കിൽ ഈ സംരക്ഷിത കൃഷിയുടെ ഏറ്റവും കൂടുതൽ കേരളത്തിന് അനുയോജ്യമായ എന്ന് പറയുന്ന ഈ പ്രകൃതിദത്ത വായു സഞ്ചാരമുള്ള ഹരിതഗൃഹങ്ങൾ, അതിലെ ഈ പോളി ഹൗസുകളായിട്ടുണ്ട്, നാച്ചുറലി വെന്റിലേറ്റഡ് പോളി ഹൗസുകൾ കേരളത്തിൽ എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന് ഞാൻ നടത്തിയിരിക്കുന്ന എന്റെ ചെറിയ പഠനങ്ങളുടെ വെളിച്ചത്തില് എനിക്ക് മനസ്സിലാക്കിയിരുന്ന 4 കാരണങ്ങളാണ്. ഒന്ന്, തെറ്റായ ഗുണഭോക്താക്കളെ തെരഞ്ഞെടുപ്പ്, ബെനഫിഷ്യറി സെലക്ഷൻ. 2, തെറ്റായ സ്ഥലത്ത് നമ്മൾ ഈ ചട്ടക്കൂട് നിർമ്മിച്ചു. 3-മത്തേത്, തെറ്റായ രീതിയിൽ നമ്മൾ ഈ ചട്ടക്കൂട് നിർമ്മിച്ചു. 4-മത്തേത്, തെറ്റായ വിളകൾ നമ്മൾ തെരഞ്ഞെടുത്തു, അല്ലെങ്കിൽ ഒട്ടും സാമ്പത്തികമായിട്ട് ലാഭം കിട്ടാത്ത എക്കണോമിക്കൽ അല്ലാത്ത വിളകൾ. അപ്പൊ തെറ്റായ ഗുണഭോക്താക്കൾ എന്ന് പറയുമ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു ഈ കൃത്യത കൃഷി എന്താണ്, അല്ലെങ്കിൽ ഹൈടെക് കൃഷി എന്താണ്. ഈ ഹൈടെക് കൃഷി ഒരു തുറന്ന കൃഷിയിടത്തിൽ ചെയ്യുമ്പോഴാണ് അതിനെ പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറയുന്നത്. അതൊരു അടച്ചുപൂട്ടിയ ചട്ടക്കൂടിനകത്ത് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ സംരക്ഷിത കൃഷി എന്ന് പറയുന്നത്. ഈ സംരക്ഷിത കൃഷി എന്ന് പറഞ്ഞത് ഹൈടെക് കൃഷിയുടെ ഏറ്റവും കൂടിയ ഒരു തലമാണ്.
അഡ്വാൻസ്ഡ് ആണ്. അപ്പൊ ഇവിടെ ചുരുങ്ങിയ പക്ഷം ഒരു തുറന്ന കൃഷിയിടത്തിലെങ്കിലും ഈ ഹരിതഗൃഹ ഹൈടെക് കൃഷി അല്ലെങ്കിൽ പ്രിസിഷൻ അഗ്രികൾച്ചർ ചെയ്ത് അതിനകത്തൊരു പ്രായോഗിക ജ്ഞാനം സ്വായത്തമാക്കിയിരിക്കുന്ന ഗുണഭോക്താക്കളെ വേണമായിരുന്നു ഈ പോളി ഹൗസിന് വേണ്ടി തിരഞ്ഞെടുക്കാൻ. അതായത് സൂക്ഷ്മ ജലസേചനവും വളസേചനവും പ്ലാസ്റ്റിക് പുതയും ഒക്കെ കൊടുത്തുകൊണ്ട് ഓപ്പൺ ഫീൽഡിലെങ്കിലും ഒരു തവണയെങ്കിലും കൃഷി ഇറക്കി അതിനകത്ത് അതിന്റെ പരിപാലനവും അതിന്റെ കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ട് അറിയാവുന്ന ഗുണഭോക്താക്കളെ വേണമായിരുന്നു തെരഞ്ഞെടുക്കാനായിട്ട്. നിർഭാഗ്യവശാൽ ഈ പദ്ധതി കേരളത്തിൽ വന്ന സമയത്ത് ഓരോ പഞ്ചായത്തിലും മിനിമം 4 പേര് എന്നിട്ടുള്ള ഒരു ടാർഗറ്റ് വന്നു കഴിഞ്ഞപ്പം ഈ വഴി കൂടെ പോയവരെല്ലാവരും പോളി ഹൗസ് കർഷകരായി മാറേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. അവരുടെ നിർബന്ധം കൊണ്ടോ അല്ലെങ്കിൽ ഇതിനകത്ത് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആളുകളുള്ള സമ്മർദ്ദം കൊണ്ടോ എന്തുകൊണ്ടോ അറിയില്ല, അങ്ങനെ ഒരുപാട് പേര് ഇതിനകത്ത്, ഞാൻ വളരെ ലളിതമായിട്ട് ഈ തെറ്റായ ഗുണഭോക്താക്കളെ തെരഞ്ഞെടുത്തു എന്ന് പറയുന്നതിന് ഒരൊറ്റ ഉദാഹരണം മാത്രം പറയാം. 2016 എറണാകുളത്ത് കാക്കനാട് വെച്ചിട്ട് എറണാകുളം ജില്ലയിലെ തെരഞ്ഞെടുക്കപ്പെട്ട പോളി ഹൗസ് കർഷകർക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ക്ലാസ് നടക്കുന്ന സമയത്ത് 2016 ഏകദേശം 40ഓളം തെരഞ്ഞെടുക്കപ്പെട്ട പോളി ഹൗസ് സംരംഭകരുണ്ട്. അപ്പൊ 2 ദിവസത്തെ ക്ലാസ് ആണ്. 2 ദിവസം ഞാൻ തന്നെയാണ് ക്ലാസ് എടുത്തത്. അപ്പൊ ആദ്യത്തെ ദിവസം ഇതിന്റെ കുറെ കാര്യങ്ങൾ പറഞ്ഞു, രണ്ടാമത്തെ ദിവസം ഉച്ചവരെ ക്ലാസ് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം ആളുകളുടെ സംശയം നിവാരണത്തിന് വേണ്ടിയുള്ള ഒരു സെഷനായിട്ട് വെച്ചിരുന്നു. ഉച്ചയ്ക്ക് ശേഷം ഒരു 3 മണിക്ക് ശേഷം ഒരു 1 hour. അപ്പൊ ഈ 2 ദിവസത്തെ ക്ലാസ്സും കഴിഞ്ഞ ശേഷം ഈ ദിവസം വൈകിട്ടായപ്പോഴത്തേക്കും ഒരു സുഹൃത്ത് എന്നോട് എഴുന്നേറ്റ് ചോദിക്കുകയാണ്, സാറ് 2 ദിവസമായിട്ട് പല തവണയായിട്ട് NPK എന്ന് പറയുന്നു, എന്താണ് സാർ NPK? അപ്പൊ ഞാൻ ഈ സുഹൃത്തിനോട് പറഞ്ഞു, സാർ ഇത് ഞാൻ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് ആണെന്ന്. അപ്പൊ അദ്ദേഹം ചോദിക്കാണ്, ഈ NPK എവിടെ വാങ്ങാൻ കിട്ടും? അപ്പൊ ഞാൻ പറഞ്ഞു, NPK അങ്ങനെയല്ല കിട്ടുന്നത്, NPK ഇങ്ങനെ നൈട്രജൻ വളം, പൊട്ടാഷ് വളം, ഫോസ്ഫറസ് വളമായിട്ടാണ് കിട്ടുന്നത്, അത് ഇങ്ങനെയാണ്. സാർ എന്തിനാണ് നമ്മൾ ഈ NPK കൊടുക്കുന്നത്? അടുത്ത ചോദ്യം. അപ്പൊ എനിക്ക് എന്റെ ഒരു ക്ഷമ നശിച്ചു. അപ്പൊ ഞാൻ ഇദ്ദേഹത്തിനോട് ചോദിച്ചു, നിങ്ങൾ പറയും, സാർ ഞാൻ ഗൾഫിലായിരുന്നു, ഞാൻ ജോലിയൊക്കെ വിസയൊക്കെ പോയിട്ട് ഞാൻ നാട്ടിൽ വന്നു, അങ്ങനെ ഞാൻ കൃഷിഭവനില് വേറൊരു ആവശ്യത്തിന് വേണ്ടി പോയതാണ്. അപ്പൊ ആ സമയത്ത് എന്നോട് അവിടുത്തെ ഇതിന്റെ ചാർജുള്ള ആള് പറഞ്ഞു, ഇങ്ങനെ സർക്കാരിന്റെ ഒരു പദ്ധതി ഉണ്ട്, ഏകദേശം 4 ലക്ഷം രൂപ വരുന്ന ഒരു പ്രോജക്റ്റ് ആണ്, അതില് 3 ലക്ഷത്തോളം സർക്കാർ തരും, നിങ്ങൾ 1 ലക്ഷത്തിൽ താഴെ മാത്രം കൈ നെട്ടാൽ മതി, വർഷം തോറും 2 ലക്ഷം രൂപയോളം പ്രോഫിറ്റ് കിട്ടും എന്ന് പറഞ്ഞ് ആധാർ കാർഡിന്റെ ഒരു കോപ്പി വേണം, ഒരു അപേക്ഷയിൽ ഒപ്പിടണം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഒപ്പിട്ട് കൊടുത്തു, ആധാർ കാർഡിന്റെ കോപ്പി കൊടുത്തു. ഇപ്പൊ എല്ലാം കൂടി ഒരു സാധനം എന്റെ വീടിന്റെ മുറ്റത്ത് പണിത് വെച്ചിട്ടുണ്ട്, ഇനി അതിൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടി വന്നതാണ് ഞാൻ എന്ന് ഇദ്ദേഹം വളരെ സത്യസന്ധമായിട്ട് പറഞ്ഞു. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ഗുണഭോക്താക്കൾ ഈ മേഖലയിൽ വന്നുപോയത് കൊണ്ടാണ് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തേത്, നേരത്തെ പറഞ്ഞ ചില അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഇതിന്റെ സൈറ്റ്, ഇത് നിർമ്മാണത്തിന് വേണ്ടി തെരഞ്ഞെടുക്കുന്ന സൈറ്റ് ആ തെറ്റായ സ്ഥലത്ത് ഈ സ്ട്രക്ചർ ഉണ്ടാക്കി, അതുപോലെ തന്നെ തെറ്റായ രീതിയിൽ ഈ ചട്ടക്കൂട് ഉണ്ടാക്കി. ഓക്കെ, പിന്നീട് ശരിയല്ലാത്ത രീതിയിലുള്ള വിളകൾ നമ്മൾ തെരഞ്ഞെടുത്തു. ഇത്രയും കാരണങ്ങളാണ് ഈ മേഖലയിൽ സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്കിത് ഓരോന്നൊന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. തെറ്റായ ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞ ഒറ്റ ഉദാഹരണം മതി. ഇനി തെറ്റായ സൈറ്റ് സെലക്ട് ചെയ്യൽ എന്ന് പറയുന്നത് ശരിയായ രീതിയിൽ സൂര്യപ്രകാശം ഇല്ലാത്ത, നിഴലുകൾ ലഭ്യമല്ലാത്ത സ്ഥലം, അതായത് നിഴലുകളുള്ള സ്ഥലത്ത് സ്ട്രക്ചർ എടുത്തു. അതുപോലെ തന്നെ ശരിയായ നീർവാർജ സൗകര്യം ഇല്ലാത്ത സ്ഥലത്ത് സ്ട്രക്ചർ എടുത്തു. നിരപ്പല്ലാത്ത സ്ഥലത്ത്, അല്ലെങ്കിൽ ശരിക്കും കൃഷിക്ക് ഉപയോഗമല്ലാത്ത, കൾട്ടിവേഷന് സാധ്യതയില്ലാത്ത സ്ഥലത്ത്. ഇതൊരു പോളി ഹൗസിന്റെ ചിത്രമാണ്. ഇതൊക്കെ കേരളത്തിലെ ചിത്രങ്ങളാണ്. ഇവിടെ നല്ല നിഴലാണ് ഇവിടെ ഉള്ളത്, മരത്തിന്റെ ചുവട്ടിലാണ് വെച്ചിരിക്കുന്നത്. ഇത് വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സ്ഥലത്താണ് ഈ സ്ട്രക്ചർ ഉണ്ടാക്കിയിരിക്കുന്നത്. വർഷക്കാലത്ത് 2 ബെഡുകൾക്കിടയിൽ വെള്ളം കെട്ടി നിൽക്കുകയാണ്, വെറ്റ്ലാൻഡിലാണ്, ഒരു നെൽവയലിലാണ് ഈ സാധനം ചെയ്തിരിക്കുന്നത്. ഇത് അനുയോജ്യമല്ലാത്ത സ്ഥലത്ത് സൈഡ് ഒരു തിട്ട കാണാം, തിട്ടയുടെ സൈഡിൽ നിന്ന് കൊത്തിയെടുത്തിട്ടാണ് ഈ സാധനം ചെയ്തിരിക്കുന്നത്. ഇത് പിന്നീട് കേരളത്തിലുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം ഇതാണ്. കേരളത്തിൽ എന്തുകൊണ്ടാണ് ഈ ചട്ടക്കൂട് അല്ലെങ്കിൽ ഈ പോളി ഹൗസുകൾ അനുയോജ്യമല്ലാത്ത? കേരളത്തിലെ സവിശേഷമായ കാലാവസ്ഥയിൽ ഹ്യൂമിഡിറ്റി ഭയങ്കര കൂടുതലാണ്, ടെമ്പറേച്ചർ കൂടുതലാണ്, മഴയും കൂടുതലാണ്. ഒരൊറ്റ മാസത്തെ മഴ കൊണ്ട് ഇതിന്റെ മുകളിൽ ഈ പച്ച കളറിൽ ഈ പായൽ വന്ന് പിടിക്കുകയും ആൽഗെ ഗ്രോത്ത് വരികയും ഇതിന്റെ സുതാര്യം നഷ്ടപ്പെടുകയും ചെയ്യും. ടോപ്പിന് മാത്രമല്ല, വശങ്ങളിലെ കീടവലകളിൽ കൂടി ഇത് വന്ന് ഇതിന്റെ ദ്വാരം അടഞ്ഞു പോകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് കേരളത്തിൽ. ഇത് തെറ്റല്ല, നെൽപ്പാടത്തിന് നടുക്കാണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തോന്നുന്ന സ്ഥലത്ത്. അതിന്റെ സൈഡിലുള്ള ദൃശ്യമാണ് ഇന്ന് ഈ ഫംഗസ് പിടിച്ചിരിക്കുന്നത്. ഇതൊക്കെ ഇങ്ങനെയുള്ള ഒരു സൈറ്റിലാണ് ഈ സാധനം ചെയ്തിരിക്കുന്നത്. ഇതൊരു സ്ട്രക്ചറിനകത്ത് അവർക്ക് വളരെ പ്രിയപ്പെട്ട ഒരു മരം മുറിച്ചു കളയാൻ മനസ്സ് വരാത്തത് കൊണ്ട് അവരുടെ ഗ്രാൻഡ് ഫാദറുകളിലൊക്കെ എന്തോണെന്ന് പറയുന്നു, അതിനെ അവിടെ തന്നെ നിലനിർത്തിക്കൊണ്ട് ചട്ടക്കൂട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഇത് അതിനേക്കാൾ രസമാണ്.
ഇതിനെ കളയാൻ മനസ്സ് വരാത്തതുകൊണ്ട് തെങ്ങിനെ നിർത്തിക്കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു ഹരിതഗ്രഹമാണ്. പിന്നെ തെറ്റായ രീതിയിലുള്ള സ്ട്രക്ചർ, ഇതിന്റെ ഷേപ്പിലും കൃത്യമായ വായു സഞ്ചാരമില്ലാത്തതും ശരിയല്ലാത്ത രീതിയിലുള്ള നിർമ്മാണമൊക്കെ ആയിട്ട് ഒട്ടനവധി സ്ട്രക്ചറുണ്ട്. കാരണം ഈ സൈഡിലെ ആപ്രോൺ വെറും 60 സെന്റിമീറ്റർ പരമാവധി കൊടുക്കേണ്ട ആപ്രോൺ ഇവിടെ 1.5 മീറ്ററിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ചൂട് ഒഴിഞ്ഞ സമയം ഉണ്ടാവില്ല, കാറ്റ് കടക്കാൻ സംവിധാനം വളരെ കുറവാണ്. ഇവിടെ ഇൻസെക്ട് നെറ്റ്, കീടവലകൾ തന്നെ ഉപയോഗിച്ചിട്ടില്ല. ഫുള്ളായിട്ട് ഈ UV ഷീറ്റ് കൊണ്ട് മേൽക്കൂരയിൽ ഇട്ടിരിക്കുന്ന അതേ മെറ്റീരിയൽ കൊണ്ട് ഫുള്ളായിട്ട് ചട്ടക്കൂട് ഉണ്ടാക്കി. അപ്പൊ ഇവിടുത്തെ പ്രശ്നം വെച്ചാൽ തരി പോലും കാറ്റ് കടക്കില്ല. ഇത് ഫാൻ ആൻഡ് പാഡ് സിസ്റ്റത്തിനകത്താണ് ഇങ്ങനെ ചെയ്യുന്നത്, കാറ്റ് കടക്കാത്ത രീതിയിലുള്ള ചട്ടക്കൂട്. ഇവിടെ പക്ഷെ തിരിച്ചാണ് ചെയ്തത്. ഇതുപോലെ ഈ ടോപ്പിലൊക്കെ ഗ്യാപ്പാണ്, ഒന്നും അടച്ചിട്ട ശരിയായ രീതിയിൽ എയർ ടൈറ്റ് മീൻസ് ഈ ഇൻസെക്റ്റും പെസ്റ്റ് ഒക്കെ അത് കടന്നു വരാനുള്ള സാധ്യത, ഫുള്ളായിട്ട് പ്രൊട്ടക്ഷൻ ഇല്ല. ഈ ടോപ്പിൽ വെന്റിലേഷൻ 60 സെന്റിമീറ്റർ ആണ് കൊടുത്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ 1.2 4 അടിയെങ്കിലും ടോപ്പ് വെന്റിലേഷൻ വേണം. അത് കുത്തനെ കൊടുക്കണം. ഇവിടെ ചെരിഞ്ഞാ കൊടുത്തിരിക്കുന്നത്, അത് 60 സെന്റിമീറ്റർ ഉള്ളൂ. ഇത് ഷെയ്ഡ് നെറ്റ് ഇട്ടിരിക്കുന്നതാണ്. പക്ഷേ ഈ ഷെയ്ഡ് നെറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല ചൂടുള്ള സമയത്ത് പരത്തിയിടാനും വേണ്ടാത്ത സമയത്ത് ചുരുട്ടിയിടാനും കഴിയണം. പക്ഷെ അതിന്റെ ഹുക്കൊക്കെ എന്തോ നാശമായിട്ട് നല്ല ചൂടുണ്ട്, പക്ഷെ ഇതിനെ പരത്തിയിടാൻ പറ്റുന്നില്ല. ഇത് പരത്തിയിട്ടത് ചൂട് പോയ സമയത്ത്, മഴ വന്ന സമയത്ത് പോലും ഇതിനെ മാറ്റിയിടാൻ പറ്റുന്നില്ല, അത് കുടുങ്ങി കിടക്കുന്നു. അതുപോലെ തന്നെ വെള്ളം മുഴുവൻ ഗട്ടറിൽ നിന്നുള്ള വെള്ളം ലീക്ക് ചെയ്ത് അകത്തേക്ക് പോകുന്ന അവസ്ഥ, ഗ്യാപ്പ് ടോപ്പിലൊന്നും ശരിക്കും ഫില്ല് ചെയ്യാത്തത്. ഇത് വളരെ രസമാണ്. ഇത് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത്, സാർ ആ കാണുന്നത് അടുക്കളയാണ്. അപ്പൊ പെട്ടെന്ന് അടുക്കളയിലേക്ക് ഓടിപ്പോയിട്ട് എന്തെങ്കിലുമൊക്കെ എടുക്കണമെങ്കിലും പിടിക്കണമെങ്കിലൊക്കെ എളുപ്പമാണ്. ഇതിന്റെ ഡോർ അങ്ങേയറ്റത്താണ്, അത്രയും ദൂരം ചുറ്റി വരാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എളുപ്പത്തിന് വേണ്ടി ഒരു ഡോർ ഉണ്ടാക്കിയത് ചെയ്താണ് പറഞ്ഞത്. അപ്പൊ ഈ രീതിയിലൊക്കെയാണ് നമ്മുടെ ആളുകളുടെ ഇതിനകത്തുള്ള ഒരു അടച്ചുപൂട്ടിയ ഒരു പ്രൊട്ടക്റ്റഡ് കൾട്ടിവേഷൻ സ്ട്രക്ചർ ആണ്. അതിന്റെ ബാക്കിലൂടെ ഒരു ഓപ്പണിംഗ് കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ ഇതിന്റെ ചില ചിത്രങ്ങളാണ് കേരളത്തിലെ പോളിഹൗസിലെ. ഇത് ഈ പായല് പിടിച്ചതാണ്. പച്ച കളർ കുറച്ച് കഴിയുമ്പോൾ അത് ബ്രൗൺ കളറിലോട്ട് മാറും. പിന്നെ അത് ഫുൾ ബ്ലാക്ക് വരെ ആവുന്ന സിറ്റുവേഷൻ ഉണ്ട്. തരി പോലും വായു കിടക്കാത്തത്. ഇത് കേരളത്തിൽ മാത്രമുള്ള ഒരു പ്രശ്നമാണ്. നല്ല മഴയും ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റി ഉള്ളതുകൊണ്ട് ഒറ്റ മാസം കൊണ്ട് തന്നെ ഇതിന്റെ സുതാര്യത നഷ്ടപ്പെടും. പിന്നെ വളപ്രയോഗവും ജലസേനവും ഒക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട്. തെറ്റായ രീതിയിലുള്ള ജലസേചന സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ട് ഒരുപാട് ഹരിതഗ്രഹങ്ങൾ കേരളത്തില് പ്രശ്നമായിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒരു ബെഡിനകത്ത് ഒരു ഡ്രിപ്പിന്റെ ലൈനേ ആവശ്യമുള്ളൂ. ഇവിടെ ഒരു ബെഡില് 2 ഡ്രിപ്പിന്റെ ലൈനാണ് ഇട്ടിരിക്കുന്നത്. വെള്ളം പോരാ എന്ന് തോന്നിയത് കൊണ്ടാണ്. അടുത്തതിനകത്ത് ഓരോ ബെഡിലും 4 ഡ്രിപ്പിന്റെ ലൈനായിട്ട് ഇരിക്കുന്നത്. ചെയ്ത ആൾക്ക് മനസ്സ് നിറയുന്നില്ല വെള്ളം ഒഴിച്ചിട്ട്, അങ്ങനെ ഇട്ടിരിക്കുന്നതാണ്. ഇത് വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സ്ഥലത്ത് ചെയ്ത് തന്നെയാണ്. ഈർപ്പം കെട്ടി നിൽക്കുന്നു. ഇത് അതിന്റെ തന്നെയാണ് വെള്ളം ഓവർ ഡ്രെയിനേജ്, ഓവർ ഇറിഗേഷൻ. ഇത് മൈക്രോ സ്പ്രിംഗ്ലറുകളാണ് ഈ പോളിഹൗസിനകത്ത്. പോളിഹൗസിനകത്തായാലും മഴ മറക്കാത്തായാലും ഒരിക്കലും ഇല്ല, ഡ്രിപ്പ് മാത്രമാണ്. മൈക്രോ സ്പ്രിംഗ്ലറൊക്കെ ഇട്ടിട്ട് വെള്ളം കൊടുക്കുകയാണ് സ്ട്രക്ചറിനകത്ത്. അവിടെ ഡിസീസ് പോയ, രോഗകീടബാധ പോയ സമയം ഉണ്ടാവുന്നു. ഇത് ഈ വെള്ളത്തിന്റെ ഗുണനിലവാരം പരിശോധിക്കാതെ ഫെർട്ടിഗേഷൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ വെള്ളത്തിലുള്ള രാസവസ്തുക്കളും ഈ ഫെർട്ടിലൈസറിനകത്തുള്ളതും കൂടി ചേർന്നിട്ട് പ്രതിപ്രവർത്തനം നടത്തിയിട്ടുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളാണ്. അതിന്റെ തന്നെ ഒരു ബാക്കി പത്രമാണ്. പിന്നെ രോഗകീടബാധ വളരെ കൂടുതലായിട്ടാണ് കാണുന്നത് ഈ പോളിഹൗസുകൾക്കകത്ത്. കാരണം അത് ഇൻസെക്ട് നെറ്റ്, കീടവലകള് 40 മെഷീനിലാണെങ്കിൽ അതിനകത്ത് കൂടിയും അഫിഡ്സും മൈറ്റ്സും ട്രിപ്സും ഒക്കെ കടക്കും. കടന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് ചൂടും നല്ല ആർദ്രതയും ഒക്കെ ഉള്ളത് കൊണ്ട് ഈ വിള നന്നായിട്ട് വളരുന്നപ്പോൾ തന്നെ കീടങ്ങളും വളരാനുള്ള സാധ്യത, പെറ്റുപെരുകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ രോഗകീടബാധകളുടെ സാധ്യത. പിന്നെ പ്രകൃതിദത്തമായ സഞ്ചാരം മീൻസ് പ്രകൃതിദത്തമായിട്ടുള്ള കീട നിയന്ത്രണം, നാച്ചുറൽ പെസ്റ്റ് കൺട്രോൾ പോളിഹൗസിനകത്ത് നടക്കില്ല. അത് ഇൻസെക്ട് കീടവലകളിട്ട് അടച്ചത് കൊണ്ട്. പക്ഷെ മഴ മറക്കാത്ത അത് സാധ്യമാണ്. ഇതാണ് ഇവിടുത്തെ ഒരു ചെറിയ പ്രശ്നം. പിന്നെ സന്ദർശകരെ ഒരു കാരണവശാലും ഹരിതഗ്രഹങ്ങളിൽ കയറ്റാൻ പാടില്ല. കയറി കഴിയുന്നവർ നമുക്ക് രോഗകീടബാധ ആകാനുള്ള സാധ്യത. ഒരു ICUവിൽ കിടക്കുന്ന രോഗിയെ പോലെയാണ് ഒരു ഹരിതഗ്രഹത്തിൽ കിടക്കുന്ന ക്രോപ്പിന്റെ അവസ്ഥ. നമ്മൾ ICUയിലേക്ക് സന്ദർശകരെ കയറ്റാത്തത് എന്തുകൊണ്ട് വെച്ചാൽ വരുന്ന സന്ദർശകരുടെ രോഗിക്ക് അണുബാധ ഉണ്ടാവാം എന്ന് പറഞ്ഞത് പോലെ ഈ പോളിഹൗസിനകത്താണെങ്കിലും ശരി, മഴമറക്കകത്താണെങ്കിലും ശരി, അനാവശ്യമായിട്ട് കടന്നു വരുന്ന സന്ദർശകർ വഴി ഈ ഇതിന് വിളക്ക് നാശം സംഭവിക്കാം. ഇത് pH കൃത്യമായിട്ട് നോക്കാത്തതുകൊണ്ട് അസിഡിറ്റി കൂടിയതെന്ന് പറ്റിയതാണ്. ഇതെല്ലാം കേരളത്തിലെ പോളിഹൗസിൽ നിന്ന് കിട്ടിയ ചിത്രങ്ങളാണ്. ഹൈ ഹ്യൂമിഡിറ്റി. ഇനി വരുന്നതാണ് തെറ്റായ ക്രോപ്പ് എന്ന് പറഞ്ഞാൽ ഈ പോളിഹൗസുകൾക്ക്, ഹരിതഗ്രഹങ്ങളിൽ പോളിഹൗസുകൾക്ക് ചെറിയൊരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് പരാഗണത്തിന് സഹായിക്കുന്ന കീടങ്ങൾക്ക് കടക്കാൻ ഗ്യാപ്പില്ല. ഈ 40 മെഷിനകത്തുള്ള കീടവലകളിൽ കൂടി ഈ പരാഗണത്തിന് സഹായിക്കുന്ന കീടങ്ങൾ, അപ്പൊ പരപരാഗണം നടക്കില്ല. സ്വയം പരാഗണം അല്ലെങ്കിൽ
പരാഗണം വേണ്ടാത്ത പാത്തനോകാർപ്പിക് എന്ന് പറഞ്ഞ ഇനങ്ങൾ മാത്രമാണ് ഇതിനകത്ത് സാധ്യമുള്ളൂ. അപ്പൊ പരപരാഗണം നടക്കാത്തത് കൊണ്ട് സ്വയം പരാഗണം നടക്കുന്നതോ അല്ലെങ്കിൽ അല്ലാത്തതുമായിട്ടുള്ള പരാഗണം വേണ്ടതുമായിട്ടുള്ള വിളകളാണ് വരുന്നത്. സാധാരണയായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ ആവശ്യമായിട്ടുള്ള ഈ പടവലം, കയ്പ, ചൊരക്ക പോലുള്ള സംഗതികളൊന്നും അതൊക്കെ പരപരാഗണം വേണ്ടതാണ്. അപ്പം പ്രധാനമായിട്ടും 4 വിളകളാണ് ആളുകൾ ഈ പോളി ഹൗസുകളിൽ സാധാരണയായിട്ട് കൃഷി ചെയ്യുന്നത്. 1 സലാഡ് കുക്കുംബർ, 2 ക്യാപ്സിക്കം, 3 തക്കാളി, 4 പയർ. ഇതിനകത്ത് 4-നകത്ത് പറ്റിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സലാഡ് കുക്കുംബറൊന്നും ദിവസേന നമുക്ക് നമ്മുടെ ഡയറ്റിൽ ആവശ്യമുള്ളതല്ല. അതുപോലെ തന്നെ ക്യാപ്സിക്കം, സലാഡ് കുക്കുംബറും ക്യാപ്സിക്കം ഒക്കെ ചെയ്തവർക്ക് ആദ്യകാലത്ത് ഒന്നിലധികം പോളി ഹൗസുകൾ ഒരേ പഞ്ചായത്തിൽ തന്നെ ഇത് ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന്, അതുപോലെ ആദ്യത്തെ തവണയൊക്കെ നല്ല വിളയാണ്, പക്ഷെ ഇതിലെ ഡിമാൻഡ് കുറയുകയും ഉൽപ്പന്നത്തിന്റെ ഡിമാൻഡ് കുറയുകയും വില കുറയുകയും ആൾക്കാരില്ലാതെ വരികയും ചെയ്തു. അങ്ങനെ ഇതിന്റെ മാർക്കറ്റിംഗ് ഒരു പ്രശ്നമായി. അങ്ങനെ അത് വെറുതെ കിടന്ന് നശിച്ചു പോകുന്ന ഒരു അവസ്ഥ. ഒരുപാട് സ്ഥലത്ത് സലാഡ് കുക്കുംബർ നശിച്ചു വരുന്നത്, ഒരുപാട് സ്ഥലത്ത് ക്യാപ്സിക്കം നശിച്ചു വരുന്നത്. അതുപോലെ തന്നെ തക്കാളി ഒരിക്കലും ഒരു സംരക്ഷിത കൃഷിയിൽ ചെയ്യേണ്ട ക്രോപ്പ് അല്ല. കാരണം ഒരു ഹൈ വാല്യൂ ക്രോപ്പ് അല്ല, അതിന്റെ വില കൂടിയ ഒരു വിളയല്ല. അതുപോലെ തന്നെ ഹൈലി ഫ്ലക്ച്വേറ്റിംഗ് ആണ് തക്കാളിയുടെ വില. ഇത്രയും കുരുത്തക്കേട് പിടിച്ചൊരു ക്രോപ്പ് ഇല്ല എന്ന് പറയാം. കാര്യം ഒരു സമയത്ത് കിലോയ്ക്ക് 60 രൂപ 70 രൂപ ഒക്കെ പോയി കഴിയുമ്പോൾ 10 രൂപയ്ക്ക് 3 കിലോ കിട്ടുന്ന സ്റ്റേജിലേക്കും അതേ വിള തന്നെ വരും വളരെ പെട്ടെന്ന് തന്നെ റോഡ് സൈഡിൽ കൂട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മള് ഒരു പോളി ഹൗസ് ആണെങ്കിൽ പോലും നമ്മൾ ഈ അല്ലെങ്കിൽ ഒരു സാധാരണയായിട്ട് ഒരുപാട് ആളുകൾ പോളി ഹൗസിനകത്ത് തക്കാളി കൃഷി ചെയ്തു. മഴമറയാണെങ്കിൽ പോലും ശരിക്കും പറഞ്ഞാൽ നമ്മളിത് പ്ലാൻ ചെയ്തിട്ട് തക്കാളി നമ്മളെ തൈ നട്ട് ഇത് പൂവിട്ട് കായായി വരുന്ന സമയമാകുമ്പോഴത്തേക്കും തക്കാളിയുടെ വില ചിലപ്പം നമ്മൾ നടുപ്പുണ്ടായിരുന്നതിന്റെ 10-1 കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഒരിക്കലും നമുക്ക് അതിന്റെ മുതൽ മുടക്ക് പോലെ തിരിച്ചു പിടിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തും. പിന്നീട് വരുന്നതാണ് പയറിന് പലപ്പോഴും നമുക്ക് നല്ല വില കിട്ടാറുണ്ട്. ഒരു 40 രൂപ 50 രൂപയ്ക്ക് കിലോയ്ക്ക് കിട്ടും. പക്ഷെ പയറിനൊരു ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു പോളി ഹൗസിനകത്താണെങ്കിൽ പയർ നമ്മളൊരു 3 മീറ്റർ പൊക്കത്തിൽ ഇതിനെ പടർത്തി കഴിയുമ്പോൾ ഒരു ഏകദേശം ഒരു 400 സ്ക്വയർ മീറ്ററിന്റെ ഒരു പോളി ഹൗസ് അല്ലെങ്കിൽ 10 സെന്റിന്റെ ഒരു പോളി ഹൗസിനകത്ത് ഒരു കോണിയായിട്ട് 2 പേര് പോയിട്ടായിരിക്കും ഈ പയർ പൊട്ടിച്ച് നമ്മൾ അതിനെ കെട്ടാക്കുന്നത് ഉറക്കിക്കൊണ്ട്. അങ്ങനെ ആക്കുന്ന സമയത്ത് ഇതിന്റെ പണിക്കൂലി എല്ലാം കൂടെ കൂട്ടി അതിനകത്ത് കിട്ടുന്ന വിളവെടുക്കുമ്പോൾ ഒരു 15 രൂപയോളം എങ്കിലും മിനിമം ഇതിന്റെ ഹാർവെസ്റ്റിംഗ് ചാർജ് ആയിട്ട് വരും. 2 പണിക്കാര് ഒരു 400 സ്ക്വയർ മീറ്ററിന്റെ പോളി ഹൗസിനകത്ത് ഒരു ദിവസം രാവിലെ കയറി വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അവൻ പൊട്ടിച്ചെടുത്ത് കെട്ടാക്കി കൊണ്ടുവരുന്ന പയറിന്റെ തൂക്കവും അവന് കൊടുക്കുന്ന കൂലിയും എടുത്ത് കഴിയുമ്പോൾ ശരാശരി ഒരു 15 രൂപയോളം ഈ പയറിന്റെ ഹാർവെസ്റ്റിംഗ് കോസ്റ്റ് ആയിട്ട് ഹിഡൻ കോസ്റ്റ് ആയിട്ട് വരും. അപ്പൊ വിറ്റ് കിട്ടുന്ന മൂല്യത്തിൽ നിന്ന് ഈ 15 രൂപ കൂടി നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ ഒട്ടും ലാഭമല്ലാത്ത രീതിയിലേക്ക് പയർ എത്തിയിട്ടുണ്ട് പലപ്പോഴും. അപ്പം അത് പോളി ഹൗസിൽ ചെയ്യുമ്പോൾ, പക്ഷെ മഴമറയിൽ ആ പ്രശ്നമില്ല. കാര്യം ഇത് പോളി ഹൗസിനകത്ത് 3 മീറ്റർ പൊക്കത്തിലാണ് നമ്മൾ ചെയ്യുന്നത്, പടർത്തുന്നത്. മഴമറയ്ക്കത്തെ അത്രയും പ്രശ്നമില്ല. അപ്പൊ ഇങ്ങനെ പോളി ഹൗസ് അത് മാത്രമല്ല നമ്മുടെ നിത്യജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള കയ്പ, പടവലം, അതുപോലെ തന്നെ കയ്പ മീൻസ് പാവൽ, പടവലം, ചൊരക്ക പോലുള്ള സംഗതികളൊന്നും നമുക്ക് ഈ പോളി ഹൗസിനകത്ത് കൃഷി ചെയ്യാൻ സാധ്യമല്ല. അപ്പൊ ഇത്തരം പരിമിതികൾ. അതുപോലെ തന്നെ പോളി ഹൗസിനകത്ത് ഏറ്റവും വലിയൊരു പരിമിതി അതിന്റെ ക്ലീനിങ് ആണ്. അതിന്റെ മുകൾ വശത്ത് ഒന്നാമത്തേത് ഈ ഒരു പ്രശ്നമുണ്ട്. നമുക്ക് ഈ വിളകള് പരിമിതമായ വിളകൾ മാത്രമാണ് പോളി ഹൗസിനകത്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ. രണ്ടാമത്തേത് ഇതിന്റെ ഹൈറ്റ് ഏകദേശം 7 മീറ്റർ തീരപ്രദേശത്തും 6 മീറ്റർ മലയോര മേഖലയിലും ഹൈറ്റ് ഉണ്ട്. ഇത്രയും പൊക്കത്തിലുള്ള ഷീറ്റിന്റെ മുകൾ വശം വൃത്തിയാക്കാൻ നമുക്ക് സാധ്യമല്ല. അപ്പൊ ഇതിന്റെ ഈ 2 ന്യൂനതകളും പരിഹാരമായിട്ടാണ് ചെലവ് കുറഞ്ഞ കേരളത്തിലെ കർഷകർക്ക് അനുയോജ്യമായിട്ടുള്ള ലോ കോസ്റ്റ് നാച്ചുറലി വെന്റിലേറ്റഡ് ഗ്രീൻ ഹൗസ്, കേരളത്തിലെ സംരംഭകർക്ക് അനുയോജ്യമായ ചിലവ് കുറഞ്ഞ പ്രകൃതിദത്ത വായു സഞ്ചാരമുള്ള ഹരിതഗൃഹങ്ങൾ എന്ന രീതിയിൽ ഹരിതഗൃഹങ്ങൾ എന്ന രീതിയിൽ ഈ മഴമറകൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങിയത്. അപ്പൊ ആദ്യകാലത്തെ മഴമറകൾ ഇങ്ങനെയായിരുന്നു. പിന്നീട് അതിനെ കുറച്ചും കൂടി ദൃഢമായിട്ട് ഒരു കഴുപ്പലൊക്കെ കൊടുത്തുകൊണ്ട് സ്ട്രോങ് ആയിട്ട് രീതിയിലാക്കി. പിന്നീട് അതിനെ നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്തു. ഇതൊരു 100 ചതുരശ്ര മീറ്റർ ഉള്ള ഒരു മഴമറയുടെ ഒരു സ്റ്റാൻഡേർഡ് ഡിസൈൻ ആണത്. 20 മീറ്റർ നീളവും 5 മീറ്റർ വീതിയും 5 മീറ്റർ വീതിയും 20 മീറ്റർ നീളവും, അതായത് 100 സ്ക്വയർ മീറ്റർ. അതിൽ ഓരോ 5 മീറ്റർ ഇടവിട്ടിട്ട് ഓരോ പില്ലറുകൾ കൊടുക്കുക. അപ്പം അങ്ങനെയാണ് ഇത് കൊടുക്കുന്നത്. 5 മീറ്റർ വീതി. അതിന്റെ മധ്യവശത്ത് ടോപ്പില് 3 മീറ്റർ ഉയരവും വശങ്ങളിൽ 1.9 മീറ്റർ, അതായത് കൂടിയ ഹൈറ്റ് 3 മീറ്ററും സൈഡിലെ ഹൈറ്റ് 1.9 മീറ്ററുമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ 1.9 മീറ്റർ പൊക്കത്തിലാണ് നമ്മൾ ഈ ചെടികളൊക്കെ പടർത്തുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഒരു ശരാശരി ഉയരമുള്ള ഒരു മനുഷ്യന്റെ ഉയരം തന്നെ ഏകദേശം 1.6 1.7 ഉണ്ടാവും. നമ്മൾ കൈ പൊക്കി കഴിയുമ്പോൾ നമുക്ക് കൈ എത്തിച്ച് താഴെ നിന്നുകൊണ്ട് ഒരു കോണിയുടെ സഹായമില്ലാതെ ഏത് വിള പടർത്തിയാലും, അത് പയറായാലും പടവനായാലും പാവനായാലും എന്ത് പടർത്തിയാലും ഈ 1.9 മീറ്റർ പൊക്കത്തിലാണ് നമ്മൾ കയറ് വലിച്ചു കെട്ടിയിട്ട് ഇങ്ങനെ പടർത്തുന്നത്.
അപ്പം അതിലേക്ക് നമുക്ക് താഴെ നിന്ന് കൈ പൊക്കി നമുക്ക് വിളവെടുക്കാൻ കഴിയുന്നു. അതാണ് ഈ സൈഡിലുള്ള 1.9 മീറ്റർ ഉയരം അതിന്റെ പ്രാധാന്യം. പിന്നെ മധ്യഭാഗത്തെ 3 മീറ്റർ ഉയരം എന്ന് പറയുന്നത് രണ്ട് വശങ്ങളിൽ നിന്നാൽ പോലും നമുക്ക് നിലം തുടക്കുന്ന ഒരു മോപ്പ് വെള്ളത്തിൽ മുക്കിയിട്ട് കൈ ഉയർത്തി പൊക്കിയാൽ അതിന്റെ ടോപ്പ് അറ്റം വരെ ഓരോ സൈഡിൽ നിന്നും അതിന്റെ മുകൾ വശം വരെ നമുക്ക് കൈയെത്തിച്ച് തുറച്ച് അതിന്റെ പായൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഇളക്കാനും ഒരു ചെറിയ ഗാർഡൻ ഹോസ് കൊണ്ട് നമ്മൾ ചെറിയ ഹോസ് മുകളിലോട്ട് പിടിച്ച് വെള്ളം ഒഴിച്ച് കഴുകി ഇറക്കാനും പറ്റുന്നു. മഴമറകൾക്കുള്ള ഏറ്റവും വലിയ ഒരു നേട്ടം ഇതാണ്. കാര്യം ഇതിന്റെ ഹൈറ്റ് കുറവായതുകൊണ്ട് നമുക്ക് താഴെ നിന്ന് തന്നെ ഇതിനെ കഴുകി ഇറക്കാം. പോളി ഹൗസിന്റെ പകുതിയിൽ താഴെ മാത്രമേ ഇതിന് ഹൈറ്റ് ഉള്ളൂ. ചെലവും പോളി ഹൗസിന്റെ നേർ പകുതിയെ ഇതിന് വരുന്നുള്ളൂ. അപ്പൊ അതാണ് ഇതിന്റെ ഏറ്റവും വലിയ നിർമ്മാണത്തിലുള്ള ഏറ്റവും വലിയ സവിശേഷത. ഈ സ്പെസിഫിക്കേഷൻ ഇതാണ്. സെന്റർ ഹൈറ്റ് 3 മീറ്ററും വശങ്ങളിലുള്ള ഹൈറ്റ് 1.9 മീറ്ററുമായിട്ട് നിജപ്പെടുത്തിയിരിക്കുന്നത് തന്നെയാണ്. അപ്പൊ 5 മീറ്റർ വീതി എന്ന് പറയുന്നത് സാധാരണ 7 മീറ്റർ വീതിയിൽ ലഭ്യമാകുന്ന ഈ UV സ്റ്റെബിലൈസ്ഡ് ഷീറ്റ് ഈ മുകൾ വശത്ത് ഈ ഹൊറിസോണ്ടൽ നിലത്തിന്റെ വീതി തറ വീതി 5 മീറ്റർ ആണ്. അപ്പൊ ഇത് ഇങ്ങനെ ഈ 3 മീറ്റർ പൊക്കവും 1.9 ഈ റാ പോലെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇൻവേർട്ടഡ് ഷേപ്പില് ഇത് മുഴുവൻ കവർ ചെയ്യാനായിട്ട് 7 മീറ്ററിന്റെ ഷീറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് 5 മീറ്റർ വീതിയുള്ള ഈ ഒരു ചട്ടക്കൂട് നമുക്ക് ആവശ്യമുള്ള നീളത്തിൽ 20 മീറ്റർ 21 മീറ്റർ നീളവും 7 മീറ്റർ വീതിയുമുള്ള ഒരു ഷീറ്റ് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1.5 മീറ്റർ രണ്ട് സൈഡിൽ അറ്റത്ത് ചുറ്റി വെക്കാനും ഈ മുഴുവൻ ഏരിയയും കവർ ചെയ്യാനും പറ്റുന്ന രീതിയിൽ നമുക്ക് ഇതിനെ ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഒരു രീതിയിലാണ് ഇതിനെ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് നിർമ്മിച്ചതിന്റെ ഫോട്ടോ ആണ് ഈ കാണുന്നത്. ഇവിടെ ഇവിടെയാണ് 1.9 മീറ്റർ സൈഡില് സെന്ററിലെ ഹൈറ്റ് 3 മീറ്റർ ആണ്. ഇത് രണ്ടും തമ്മിലുള്ള അകലാണ് 1.9. ഇവിടെ 1.9 ആണ്. അപ്പൊ ഈ ലെവലിൽ നമ്മൾ കയറുകൾ കയറോ നെറ്റോ വലിച്ചു കെട്ടി ഇതിലേക്കാണ് ഈ പടരുന്ന വിളകളാണെങ്കിൽ നിരത്തുള്ളതാണെങ്കിൽ കുഴപ്പമില്ല. പടരുന്ന ഈ വിളകൾ പയറോ പടവലോ പാവറൊക്കെ ആണെങ്കിലും നമ്മൾ ഇവിടെ കയറ് വലിച്ചിട്ട് ഇതിലേക്കാണ് പടരുന്നത്. താഴെ നിന്ന് കൈയെത്തിച്ച് നമുക്ക് പൊട്ടിക്കാം. ഇതിന്റെ പുറത്ത് നിന്നുകൊണ്ട് ഈ പറഞ്ഞ പോലെ ഈ ഒരു മോപ്പ് കൈയെത്തിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ മുകൾ വശത്ത് ഈ അറ്റം വരെ കൊണ്ടുവരാം. ഇപ്പൊ ഇങ്ങേ വശത്തും ഇവിടെ നിന്ന് കഴിഞ്ഞിട്ട് ഈ അറ്റം വരെയും കൈയെത്തിച്ച് കൊണ്ടുവന്ന് വരച്ച് കഴുകാം. ഈ 4 വശങ്ങളിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഈ കീടവലകളല്ല, ഇത് ഷെയ്ഡ് നെറ്റാണ്. ഇത് കൊടുത്തിരിക്കുന്നത് മൃഗങ്ങൾ കയറാതിരിക്കുന്നത്. പട്ടിയും പശുവും ഒക്കെ കയറിയിട്ട് പ്രശ്നമുണ്ട്. പട്ടി കയറി ട്രിപ്പ് കടിച്ചു മുറിക്കുന്ന പ്രശ്നമുണ്ട്. പശു മറ്റു മൃഗങ്ങളൊക്കെ കയറിയിട്ട്. അപ്പൊ അതിനെ തടയാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 2 അടി അല്ലെങ്കിൽ പരമാവധി 2.5 അടി അതിൽ കൂടുതൽ ആവശ്യമില്ല. 75 സെന്റിമീറ്ററുള്ള ഉയരത്തിൽ നമുക്ക് ഇതിനെ ഈ 50% ഷെയ്ഡ് നെറ്റ് വെച്ചിട്ട് ഇവിടെ മറക്കാം. ഇവിടെ ചെറിയൊരു ഡോറും കൊടുക്കാം. കടന്നു വരുന്നിട്ട് കൂട്ടിയിടണം. ആളുകൾ കയറാതിരിക്കാനും മൃഗങ്ങൾ കയറാതിരിക്കാനും നമുക്കൊരു ഡോർ വെച്ചിട്ട് ഇവിടെ കൂട്ടിയിടാം. ഇവിടെ ഇത്രയും ഭാഗം നിർബന്ധമായിട്ടും ഓപ്പൺ ആവണം. ഒരിക്കലും ഇത് കൂടുതൽ കൊടുക്കരുത്. 2.5 അടിയിൽ കൂടുതൽ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത്രയും ഭാഗം ഓപ്പൺ ആയിട്ട് തന്നെ വേണം. ഈ കാറ്റ് ഇതിനകത്ത് കൂടി കയറി ഇറങ്ങണം. പരപരാഗണം നടക്കേണ്ടതാണ്. ചൂട് ഒഴുകി പോകേണ്ടതാണ്. ഹൈറ്റ് കുറവായത് കൊണ്ട് ഈ നല്ലോണം കാറ്റ് കടക്കാൻ വേണ്ടിയാണ് ഈ സൈഡ് ഒരിക്കലും അടക്കരുത്. ഇപ്പൊ ചില ആളുകൾ മഴമറ ഉണ്ടാക്കിയത് ഞാൻ കണ്ടു. ഡിപ്പാർട്ട്മെന്റ് നിർദ്ദേശമാണെന്ന് പറഞ്ഞിട്ട് പോലും കണ്ടു. ഈ സാധനം തന്നെ ഇത് ടോപ്പ് വരെ ഈ ഷെയ്ഡ് നെറ്റ് ഇട്ടിരിക്കുന്നു. അതൊരിക്കലും മഴമറയാവില്ല. മാത്രമല്ല അതിലൂടെ കാറ്റ് ചൂട് ഒഴിഞ്ഞു പോകില്ല. ഒരിക്കലും ആക്കരുത്. ഈ ഷെയ്ഡ് നെറ്റ് വശങ്ങളിൽ കൊടുക്കുന്ന ഒരിക്കലും കീടങ്ങളെ തടയാനല്ല. ഇത് കീടത്തിന് തടുക്കാൻ പറ്റില്ല. കാര്യം നല്ല വലിയ ദ്വാരമാണ്. ഇതിന്റെ ഉദ്ദേശം മൃഗങ്ങളെ തടയുക എന്നുള്ളതാണ്. ഈ വശം ഇത്രയും തുറന്നു തന്നെ വേണം. ഇത് അടച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇതിനെ മഴമറ എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ആരെങ്കിലും അടച്ചതായിട്ടുണ്ടെങ്കിൽ അവരത് മാറ്റണം. ഇങ്ങനെ കൊടുക്കേണ്ടത്. കാര്യം അങ്ങനെ അടച്ചു കഴിഞ്ഞാൽ പരപരാഗണം നടക്കില്ല. എന്നാൽ മറ്റു കീടങ്ങളൊക്കെ കയറുകയും ചെയ്യും. ചൂട് കൂടുകയും ചെയ്യും. ചൂട് ഒഴിയില്ല. ഒരുപാട് ദോഷമാണ്. അതുകൊണ്ട് അങ്ങനെ അടക്കരുത്. ഇതാണ് ഇതിന്റെ ഈ ചട്ടക്കൂട്. മേൽക്കൂര നേരത്തെ പറഞ്ഞ UV സ്റ്റെബിലൈസ്ഡ് ആയിട്ട് 200 മൈക്രോൺ കട്ടിയുള്ള ഷീറ്റാണ് ഉപയോഗിക്കുന്നത്. ഈ 5 സവിശേഷതകളുള്ള ഇത് വെണ്ട നന്നായിട്ട് കാഴ്ച നിൽക്കുന്നതാണ് ഈ മഴമറക്കകത്ത്. അതുപോലെ തന്നെ ഏറ്റവും നന്നായിട്ട് നമുക്ക് കിട്ടിയൊരു വിളയായിരുന്നു ഇതിനകത്ത് ഈ പാവല്. വളരെ രസമായിട്ട് പാവലൊന്നും ഒരിക്കലും പോളിയോസിനകത്ത് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റാത്ത പരപരാഗണം വേണ്ട വിളയാണ്. ഇതിന്റെ നേട്ടം എന്താണെന്ന് വെച്ചാൽ ശക്തമായ മഴയിൽ നിന്ന് മഴമറ എന്നാണ് പേരെങ്കിലും ഇതിന്റെ നേട്ടങ്ങളിൽ ശക്തമായ മഴയിൽ നിന്ന് സംരക്ഷണം, ശക്തമായ വെയിലിൽ നിന്നും സംരക്ഷണമുണ്ട്. അത് മഴമറ എന്ന് പറയുമ്പോൾ മഴക്കാലത്ത് മാത്രമല്ല വർഷം മുഴുവനും നമുക്ക് ഇതിനെ കൃഷി ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റുന്നു. വർഷക്കാലത്ത് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചട്ടക്കൂടല്ല. മഴമറ എന്നൊരു പേര് കൊടുത്തത് പ്രധാനമായിട്ടും കേരളത്തിൽ മഴയാണ് ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്നുള്ളത് കൊണ്ട് മഴക്കാലത്ത് കൃഷി ചെയ്യുന്നതാണ് കേരളത്തിൽ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി എന്നതുകൊണ്ടാണ് ഇതിന് മഴമറ എന്ന് നമുക്ക് പേരിട്ടിരിക്കുന്നത്. അപ്പം എല്ലാ കാലത്തും കൃഷി ചെയ്യാം. ഇതൊരു ഹരിതഗൃഹമാണ്. മഴമറ എന്നതിനേക്കാൾ ഉപരിയായിട്ട് പ്രകൃതിദത്ത വായു സഞ്ചാരമുള്ള നാച്ചുറലി വെന്റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രകൃതിദത്ത വായു സഞ്ചാരമുള്ള ഒരു ഹരിതഗൃഹമാണ്. മഴമറ എന്ന് പേരാണെന്ന് മാത്രം എല്ലാ കാലത്തും നമുക്ക് അതിൽ കൃഷി ചെയ്യാൻ പറ്റുന്നു. ശക്തമായ മഴയിൽ നിന്നും ശക്തമായ വെയിലിൽ നിന്നും നമുക്ക് സംരക്ഷണം കിട്ടുന്നു. പോളി ഹൗസിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അതിന്റെ ചെലവ് വളരെ കുറവാണ്. ഏകദേശം പകുതിയോളമേ ചെലവ് വരുന്നുള്ളൂ. വർഷം മുഴുവൻ നമുക്ക് ഉത്പാദിപ്പിക്കാം. വശങ്ങൾ തുറന്നതായതുകൊണ്ട് കൂടുതൽ വായു സഞ്ചാരമുണ്ട്.
പരപരാഗണവും സ്വയം പരാഗണവും രണ്ട് രീതിയിലുള്ള വിളകൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നു. ഒരല്പം ചെരിവുള്ള സ്ഥലത്തും പോളി ഹൗസുകൾ ചെരിവുള്ള സ്ഥലത്ത് തീരെ പറ്റില്ല. അതുപോലെ തന്നെ ഇതിന്റെ പരിപാലനം പോളി ഹൗസുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെയധികം എളുപ്പമാണ്. ഒട്ടും റിസ്ക് ഇല്ലാത്ത ഒരു സംരക്ഷിത കൃഷി രീതിയാണ്. ഇതിന്റെ എപ്പോഴും നമ്മൾ നല്ല സൂര്യപ്രകാശം ഉറപ്പുവരുത്തണം. മഴമറകൾ പ്രത്യേകിച്ച് മഴക്കാലത്ത് കൃഷി ചെയ്യുന്നുണ്ട്. നല്ല തുറസായ സ്ഥലമായിരിക്കണം. സൂര്യപ്രകാശം ഉറപ്പുവരുത്തണം. സാധാരണയായിട്ട് തെക്ക് വടക്ക് ദിശയിലാണ് ഇത് നീളം ക്രമീകരിക്കാറുള്ളത്. ജലസേചന സൗകര്യവും നീർവാർച്ചാ സംവിധാനവും നമ്മൾ ഉറപ്പുവരുത്തണം. വെള്ളം എപ്പോഴും വേണം. അതുപോലെ തന്നെ വെള്ളം കെട്ടി നിൽക്കാനും പാടില്ല. അതുകൊണ്ട് വെറ്റ്ലാൻഡില് പാടത്ത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. കരഭൂമിയിൽ വേണം ചെയ്യാനായിട്ട്. രണ്ട് ആകൃതിയും അനുയോജ്യമാണ്. അതിന് കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുള്ളത് ഈ ക്വിൻസെറ്റ് എന്ന് പറഞ്ഞ റാ പോലുള്ളതാണ്. കാര്യം വെള്ളം കെട്ടി നിന്നിട്ട് തൂങ്ങിപ്പോവാനും വളഞ്ഞു പോകാനൊക്കെ ഉള്ള ചാൻസ് ഇതിനകത്ത് കുറവാണ്. ഇവിടെ ചിലപ്പം സാഗ് ചെയ്തിട്ട് ഇത് ചിലപ്പോൾ പൊളിഞ്ഞു വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതാണ് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ളത്. ഒരു ബെൻഡിങ് മെഷീൻ വേണം ഇതിന്. അപ്പൊ ചില ആളുകൾ നമ്മൾ പറയുമ്പോൾ ഇൻഡസ്ട്രിക്കാരോട് പറയുമ്പോൾ അവർ ഇതാണ് ചെയ്തു തരാൻ, കട്ട് ചെയ്ത് വെൽഡ് ചെയ്താൽ മതി, ഇതാകുമ്പോൾ ബെൻഡിങ് വേണം. അപ്പൊ അവർ ചിലപ്പോൾ മടി കാണിക്കാറുണ്ട്. അപ്പൊ കഴിയുന്നതും ഈ ആകൃതിയിലുള്ള ചട്ടക്കൂട് നിർമ്മിക്കുന്നതാണ് നല്ലത്. മുളയൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷെ ലൈഫ് സാധാരണയായിട്ട് 4 വർഷമാണ് പറയുന്നത്. 4 ചിലപ്പോൾ 5 വർഷം വരെ കിട്ടും. പക്ഷെ മുളയുടെ ലൈഫ് 2 വർഷമൊക്കെ കിട്ടുള്ളൂ. മുളയോ അല്ലെങ്കിൽ മറ്റു മരത്തിന്റെ കവുങ്ങോ ഒക്കെ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഷീറ്റ് പോകുന്നതിന് മുമ്പ് സ്ട്രക്ചർ പോകും. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് അപ്പം ഒന്ന് സ്ട്രക്ചർ പൊളിച്ചു കഴിയുമ്പോഴത്തേക്ക് ആ ഷീറ്റ് ചിലപ്പോൾ നാശമായി പോയേക്കാം. അപ്പൊ അതുകൊണ്ട് കഴിയുന്നതും ഇപ്പൊ അത്യാവശ്യം മുളക്കും കവുങ്ങിനൊക്കെ നല്ല വിലയുണ്ട്. അതുകൊണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവര് ഇങ്ങനെ മുളയും അലകും പിടിയും കവുങ്ങും ഒക്കെ ഉപയോഗിക്കാതെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു GI സ്ട്രക്ചർ തന്നെ പെർമനന്റ് ആയിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും അനുയോജ്യം. അതായിരിക്കും നന്നാവുക. ഇത് ചില കുടുംബശ്രീ യൂണിറ്റുകൾ ചെയ്ത ജീര, ഈ മഴമറക്കാലത്ത് തക്കാളി ജീര ഒക്കെ ചെയ്യുന്നുണ്ട്. പോളിയോസിനകത്തൊന്നും ഒരിക്കലും ഈ തക്കാളി ഒന്നും ആരും ചെയ്യരുത്. കാര്യം ഒട്ടും ലാഭമില്ല. മഴമറക്കാത്താകുമ്പോൾ അത്രയും വലിയ റിസ്ക് ഇല്ല, ചെലവ് കുറവാണ് ഈ സ്ട്രക്ചറിന്. ഈ സംരക്ഷിത കൃഷി രീതി ഏത് തന്നെ ആയാലും, അത് ഹരിതഗൃഹത്തിനകത്ത് നമ്മൾ പോളി ഹൗസ് ആയാലും മഴമറ ആയാലും അതിന് ചില നേട്ടങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തേത് പുറമെ അല്ലെങ്കിൽ തുറന്ന കൃഷിയിടത്തിലുള്ളതിനേക്കാൾ പെട്ടെന്ന് തന്നെ ഇത് പൂവിടുന്നു. അപ്പൊ ഏർലി ഫ്ലവറിങ്, പെട്ടെന്ന് പൂവിടുന്നു. രണ്ടാമത്തേത് ഏർലി ബെയറിങ്, പെട്ടെന്ന് കായ്ക്കുന്നു. പിന്നെ മോർ ക്രോപ്പ്, കൂടുതൽ ഉൽപാദനം കിട്ടുന്നു. ബെറ്റർ ക്വാളിറ്റി ക്രോപ്പ്, നല്ല ഗുണനിലവാരമുള്ള ഉൽപ്പന്നം ലഭിക്കുന്നു. ലോങ് ക്രോപ്പ് ഡ്യൂറേഷൻ, കൂടുതൽ ദൈർഘ്യമുള്ള കാലം നമുക്ക് ഇതിന് വിള കിട്ടുന്നു. അതായത് ആദ്യം പൂവിടുന്നു, പുറമേ ഉള്ളതിനേക്കാൾ ചട്ടക്കൂടിനകത്ത് സംരക്ഷിത കൃഷിയിൽ ആദ്യം പൂക്കുന്നു, ആദ്യം കായ്ക്കുന്നു, കൂടുതൽ കായ്ക്കുന്നു, നല്ല ഗുണനിലവാരമുള്ള കായ്ഫലം ലഭിക്കുന്നു, കൂടുതൽ ദൈർഘ്യം കായ്ക്കുന്നു. ഇതിവിടെ 2 സ്ഥലത്തും ഒരേപോലെ കൃഷി ചെയ്താണ്. തുറന്ന കൃഷിയിടത്തിൽ ഈ വിള ഉണങ്ങിപ്പോയി. ഇവിടെ ഇപ്പോഴും നല്ല രീതിയിൽ കാഴ്ച നിൽക്കുന്നുണ്ട്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ഇത് അതുപോലെ തന്നെയാണ് തുറന്ന് ഓപ്പൺ ഫീൽഡില് ഇത് പിടിച്ചു വരുന്നുള്ളൂ. പക്ഷെ അകത്ത് കൂടാൻ തുടങ്ങി. ഇപ്പൊ ഇതാണ് സംരക്ഷിത കൃഷി. ഇതാണ് ചുരുക്കത്തിൽ സംരക്ഷിത കൃഷിയെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ സംരക്ഷിത കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നവര് ഏറ്റവും അനുയോജ്യമായത് കേരളത്തിലെ പ്രത്യേക കാലാവസ്ഥയിലും നമുക്ക് അതിന്റെ പരിപാലനം ഒക്കെ നോക്കുമ്പം മഴമറകളാണ്. പോളി ഹൗസിലേക്ക് പോകരുതെന്നത്. ആരെങ്കിലും പോളി ഹൗസ് ചെയ്തവരുണ്ടെങ്കിൽ അതിന് ശരിയായ രീതിയിൽ പരിപാലിച്ച് കൈകാര്യം ശ്രമിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. ഒരിക്കലും പുതുതായിട്ട് ആരും പോളി ഹൗസിലേക്ക് പോകരുത്. കാരണം കേരളത്തിലെ പ്രത്യേക കാലാവസ്ഥയിൽ ഒട്ടും അനുയോജ്യമല്ലാത്തൊരു സംരക്ഷിത കൃഷി രീതിയാണ് പോളി ഹൗസ്. കേരളത്തിന് അനുയോജ്യമായിട്ടുള്ള ചിലവ് കുറഞ്ഞ ഹരിതഗൃഹം എന്ന് പറഞ്ഞത് മഴമറകൾ തന്നെയാണ്. ഇത്രയാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. അപ്പം ഇനി കൂടുതലായിട്ട് ആർക്കെങ്കിലും സംശയങ്ങൾ പിൽക്കാലത്ത് വരികയാണെങ്കിൽ എന്റെ മൊബൈൽ നമ്പറും ഇമെയിൽ അഡ്രസ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആവശ്യക്കാർക്ക് നോട്ട് ചെയ്യാം. ഇങ്ങനെ എപ്പോഴെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഇപ്പൊ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ കമന്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്കതിന് ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ ചോദിച്ചാൽ മതി. തൽക്കാലം പ്രസന്റേഷൻ നിർത്തുകയാണ്. ഇമെയിൽ അഡ്രസ് abdulhakim19@gmail.com, മൊബൈൽ നമ്പർ 9446279626. ഹലോ, ഇനി നിങ്ങൾക്ക് ഡൗട്ട്സ് ഉള്ളതുണ്ടെങ്കിൽ ചോദിക്കാം. സാറേ നമസ്കാരം, എൻ്റെ പേര് ഗോകുൽ എന്നാണ്. ഓക്കെ സാറേ, ഇപ്പം ഇത്രയും നല്ലൊരു വിവരണം തന്നെ ആദ്യം തന്നെ ഒരു നന്ദി പറയുന്നു. അപ്പം എനിക്ക് അതായത് ഇപ്പം നമ്മളിപ്പം മഴമറ ചെയ്യുന്ന സമയത്ത് സാറ് പറയുന്ന എല്ലാം പോസിറ്റീവ് തിങ്കിങ് കാര്യങ്ങളല്ലേ. അപ്പം നമ്മളിപ്പോൾ ചെയ്യുവാണെങ്കിൽ നമ്മൾ മുന്നമേ ഒരു ഇതെടുക്കണ്ടേ, ഒരു പ്രിക്കോഷൻ. അപ്പം ഇതിന് വരാൻ പറ്റുന്ന ഡീമെറിറ്റ്സ് ചെയ്ത് ഇന്ന കാര്യങ്ങൾ നമുക്ക് തെറ്റായി പോയി എന്നുള്ള എന്തെങ്കിലും ഒരു ഇതുണ്ടോ?
അല്ല, പ്രിക്കോഷൻസ് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. ഞാൻ അതിന്റെ സ്ഥലം തിരഞ്ഞെടുക്കുമ്പോ ഞാൻ ആ പോളി ഹൗസിന്റെ കുറിച്ച് ഫോട്ടോ കാണിച്ചത്, പോളി ഹൗസ് കുറച്ചും കൂടെ ചെലവ് കൂടിയ ഒരു ചട്ടക്കൂടിനകത്ത് വന്നാണ്. നിങ്ങൾ തെറ്റായ രീതിയിൽ നെൽപ്പാടത്ത് അല്ലെങ്കിൽ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്ത്, അതുപോലെ തന്നെ നിഴലുകളുള്ള സ്ഥലത്ത് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ഡീമെറിറ്റ് ആണ്. ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ മഴമറയിലും ഉണ്ടാവും. സംരക്ഷിച്ചിട്ട് ഞാൻ സൈറ്റ് സെലക്ഷൻ പറയുന്നത് പൊതുവെയാണ്. മണ്ണിന്റെ അസിഡിറ്റി, വെള്ളത്തിന്റെ അസിഡിറ്റി, മണ്ണിന്റെ ലവണാംശം, വെള്ളത്തിന്റെ ലവണാംശം, നിഴലുകൾ ഉണ്ടാവാൻ പാടില്ല, വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലമാവരുത്, ജലസേചന സൗകര്യം വേണം, നീർവാർച്ച വേണം. ഇതെല്ലാം പൊതുവെ പറഞ്ഞതാണ്. ഇത് മഴമറകൾക്കും പോളിയോസിനാണ്. അതൊക്കെയാണ് മുൻകരുതലുകൾ. ഇതെല്ലാം എടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ എല്ലായിടത്തും ഉണ്ടാവും. അപ്പൊ സാറേ ഇപ്പൊ നമ്മുടെ ഇപ്പം നിലവിലെന്ന് പറഞ്ഞ കാലാവസ്ഥക്ക് ഭയങ്കര വ്യതിയാനം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പം ഈ സമയത്ത് ഇപ്പൊ ഞങ്ങളുടെയൊക്കെ ഏരിയയിലാണെങ്കിൽ എപ്പം വെള്ളം പൊങ്ങി കയറുന്നത് പറയാൻ പറ്റത്തില്ല. പക്ഷെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ഇറങ്ങി കയറി നിൽക്കുന്ന സമയമാണ്. അയ്യോ, വെള്ളം കയറുന്ന സ്ഥലത്ത് ചെയ്യരുത്. അതായത് അതാണ് കരഭൂമി, വെള്ളം കെട്ടി നിൽക്കാത്ത സ്ഥലത്ത് ചെയ്യാവൂ. അല്ല സാറേ, അങ്ങനല്ല ഞാൻ പറഞ്ഞത്. അതായത് വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലമല്ലേ, മഴ ഉള്ളത് കൊണ്ട് ചിലപ്പം വെള്ളം വന്ന് പോകാൻ സാധ്യത കൂടുതൽ. അപ്പൊ നമ്മൾ നിലത്ത് കൃഷി ചെയ്യുന്ന സമയത്ത് ഇത് നശിച്ചു പോകാൻ ചാൻസ് കൂടുതലല്ലേ. അങ്ങനെയുള്ള സ്ഥലത്ത് അതാ ഞാൻ പറഞ്ഞത്, വെള്ളം കയറുമെന്ന് പേടിയുള്ള സ്ഥലത്ത് ചെയ്യരുത്. നിങ്ങൾക്ക് ടെറസിന്റെ മുകളിൽ ചെയ്യാം. മഴമറകള് ടെറസിന്റെ മുകളിൽ ചെയ്യാല്ലേ? ഓക്കെ ഓക്കെ. ടെറസിന്റെ മുകളിൽ ചെയ്യാം. ചെലവും കുറവാണ്. അപ്പം ഇതിനകത്ത് ഞാൻ ഒരു ചെറിയ നമുക്കൊരു നേട്ടം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇതിനകത്ത് ഇവിടെ ഞാനൊരു ഫോട്ടോ കാണിച്ചു തന്നു. ഒരു മിനിറ്റ്. ഒരു ഫോട്ടോ ഞാൻ അതിന്റെ മഴമറയുടെ ഫോട്ടോ കാണിച്ചത് ശ്രദ്ധിച്ചിരുന്നോ? ശ്രദ്ധിച്ച് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്. സ്ക്രീൻഷോട്ട് അതിനകത്ത് ഒരു കാര്യം കാണിച്ചത്. അതിനകത്ത് ടെറസിന്റെ മുകളിലാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് രണ്ട് കാര്യങ്ങൾ ഒഴിവാക്കാം. ഈ സൈഡില് ഞാൻ ഈ ഗ്രീൻ നെറ്റ് കെട്ടാൻ പറഞ്ഞില്ലേ, ഒരു രണ്ടടിക്ക് മൃഗങ്ങൾ കയറാതിരിക്കാനായിട്ട്. ആ സംവിധാനം നമുക്ക് ആവശ്യമില്ല. ഗ്രീൻ നെറ്റ് നമുക്ക് വേണ്ടി വരുന്നില്ല. ഫോട്ടോ ഓക്കെ, ഇത് കാണുന്നുണ്ടോ? ഫോട്ടോ കാണുന്നുണ്ടോ? ഹലോ, ഇല്ല. ഫോട്ടോ കാണുന്നുണ്ടോ? ഇല്ല സാറേ. പ്രസന്റേഷൻ ഇല്ല സാറേ, പ്രസന്റേഷൻ പോയി. കാണുന്നുണ്ടോ? ഇല്ല, പ്രസന്റേഷൻ ഒന്നുമില്ല. കാണുന്നുണ്ടോ? ഇല്ല, ഇപ്പൊ കാണുന്നുണ്ട്. ഈ നാല് വശവും കൊടുത്തിരിക്കുന്ന ഈ പച്ച ഷെയ്ഡ് നെറ്റ് മൃഗങ്ങൾ കയറാതിരിക്കാനാണ്. അതുപോലെ തന്നെ താഴെ ഈ ചെളിവെള്ളമൊക്കെ വലിച്ചു വരാനായിട്ട് ഒരു കല്ലിന്റെ കനത്തിൽ നമ്മൾ കെട്ടണം. ഒരു വെട്ടുകല്ലിന്റെ കനത്തിലൂടെ സൈഡ് കെട്ടിക്കൊടുക്കണം. ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ ഒരു തുറന്ന കൃഷിയിടത്തിൽ ചെയ്യുമ്പോൾ വേണ്ടതാണ്. ഈ ഒരു ചുറ്റുമുള്ള ഒരു പ്രൊട്ടക്ഷനും താഴെ ഒരു കല്ലിന്റെ കനത്തിലേക്ക് കെട്ടും. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ബിൽഡിങ്ങിന്റെ മുകളിലാണെങ്കിൽ, ടെറസിന്റെ മുകളിലാണെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. അപ്പൊ ചെലവ് കുറച്ചുകൂടെ കുറക്കാൻ പറ്റും. ടെറസിന്റെ മുകളിൽ നമുക്ക് ചെയ്യാം. അപ്പൊ ടെറസിന്റെ മുകളിൽ ട്രോപ്പിക്കൽ ഷേപ്പിലാണോ? ഷേപ്പ് ഞാൻ പറഞ്ഞില്ലേ, രണ്ട് ഷേപ്പും അനുയോജ്യമാണ്. ആ ഷേപ്പ് ഉണ്ടാക്കുന്നതാണ് ഉചിതം. അത് ടെറസിന്റെ മുകളിലായാലും ശരി. ഞാൻ ഒരു കണ്ടീഷൻ നമ്മൾ പറയുന്നത്, അത് എവിടെയായാലും അതുപോലെ തന്നെയാണ്. കുറച്ചുകൂടെ ബലം കിട്ടുന്നത് ഈ റാ പോലെ ഉണ്ടാക്കുമ്പോഴാണ്. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, പറ്റുന്നില്ലെങ്കിൽ മറ്റേ രീതിയിൽ ചെയ്യാം. ഹലോ സാർ. ഹലോ സാർ. സാറേ കേൾക്കുന്നുണ്ടോ? ഏറ്റവും ചെറിയ മഴവും വീതിയും ഒന്ന് പറയാവോ? അത് കൂടാതെ അതിന്റെ പ്രൈസും ഒന്ന് പറയാമോ? ഏറ്റവും ചെറിയ മഴമറയുടെ നീളവും വീതിയും. പിന്നെ ഏറ്റവും ചെറുതല്ല, നമുക്കിപ്പോ ഇതിനേക്കാൾ ചെറുത് ഒരു 100 സ്ക്വയർ മീറ്റർ എന്ന് പറയുമ്പോൾ ഒരു 2.5 സെന്റ് ആണ്. അതിനാണ് ഞാൻ പറഞ്ഞത് 20 മീറ്റർ നീളം, 5 മീറ്റർ വീതി. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു. കേരളത്തില് നമുക്കൊരു ഫാമിലിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റാവുന്ന ഒരു ചെറിയ സൈസാണ്. ഒരു ആവറേജ് ഫാമിലിക്ക് വേണ്ട ഒരു സൈസാണ് 100 സ്ക്വയർ മീറ്റർ.
അപ്പൊ അതിന് ഏകദേശം നമുക്ക് ഒരു സ്ക്വയർ മീറ്ററിന് ഏകദേശം 800 രൂപ വരെ 800-850 രൂപ വരെ നമുക്ക് ചെലവ് വരും. GI പൈപ്പ് ഒക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യുമ്പോൾ. ഹലോ സാർ. ഹലോ സാർ. ഹലോ, കേൾക്കുന്നുണ്ടോ സാർ? കേൾക്കാം, പറഞ്ഞോളൂ. സാറേ, എനിക്കൊരു 200 സ്ക്വയർ മീറ്ററിലെ റെയിൻ ഷെൽട്ടർ ഉണ്ട്. ഒന്ന് ടെറസിന്റെ മണ്ടയ്ക്കും ഒന്ന് താഴെയായിട്ട് 2 എണ്ണമായിട്ടാണ് യൂണിറ്റ്. അപ്പം ഇതിനകത്തിലെ ക്രോപ്പിന്റെ ഡിസ്റ്റൻസ് നമ്മുടെ ഓപ്പൺ ഫാമിലി ചെയ്യുന്ന ആ ഡിസ്റ്റൻസ് ആണോ അതോ അതൊന്ന് വിശദീകരിക്കാമോ? ക്രോപ്പിന്റെ വെറൈറ്റിയാണ് അതായത് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഞാനിപ്പോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാണ്, ഞാനൊരു ക്രോപ്പ് സയന്റിസ്റ്റ് അല്ല. ഓക്കെ, ഞാൻ പറഞ്ഞത് ഞാനുള്ള കാര്യം പറയണം. കാരണം നമുക്ക് ഈ ഓരോ ക്രോപ്പിനും നമ്മൾ എടുക്കുന്ന ഓരോ വെറൈറ്റിക്കും അതിന്റെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്രോപ്പ് ടു ക്രോപ്പ് ആൻഡ് റോ ടു റോ സ്പേസിംഗ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ സംരക്ഷിത കൃഷിക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ വെറൈറ്റി ആണെങ്കിൽ അതിന്റെ സ്പേസിംഗ് വേറെയാണ്. ഓപ്പൺ ഫീൽഡിൽ കൊടുക്കുന്ന വെറൈറ്റിന്റെ സ്പേസിംഗ് വേറെയാണ്. നിങ്ങള് ഈ സംരക്ഷിത കൃഷിക്ക് വേണ്ടിയുള്ള വെറൈറ്റി എടുക്കുന്നെങ്കിൽ ആ വെറൈറ്റിയുടെ സ്പേസിംഗ് അതിന്റെ ആ പാക്കേജ് ഓഫ് പ്രാക്ടീസ് തന്നെ ഉണ്ടാവും. അപ്പൊ ആ പറഞ്ഞിരിക്കുന്ന കൃത്യമായിട്ടുള്ള ഇടയാകനവും വരിയാകനവും പാലിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഹൈ ഡെൻസിറ്റി പ്ലാന്റിംഗ് കിട്ടും, കൂടുതൽ പ്രോഫിറ്റബിൾ ആവും. അത് നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ സ്പേസിംഗ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമാവും. ഓക്കെ സാർ, ഓക്കെ. മഴമറയെ പറ്റിയുള്ള സംശയങ്ങളെല്ലാം തീർന്നും തോന്നുന്നു. ഇനി ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? നമ്മുടെ ഹലോ സാറേ, ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. മഴമറയെ പറ്റി ഹക്കീം സാറ് വിശദമായി നമ്മൾക്ക് മനസ്സിലാക്കി തന്നു. പോളി ഹൗസും മഴമറയും തമ്മിലുള്ള വ്യത്യാസവും സാറിന് പ്രത്യേകമായിട്ടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഇനിയുമുള്ള സംശയങ്ങൾ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫേസ്ബുക്ക് ലൈവിലുണ്ട്, അത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള മറുപടി കിട്ടുന്നതായിരിക്കും. എല്ലാവരും സഹകരിച്ചതിൽ നന്ദി. സാറിന് പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. താങ്ക് യു സർ. എല്ലാവർക്കും പങ്കെടുത്ത എല്ലാവർക്കും ക്ലാസ് കേട്ടവർക്കും ചർച്ചയിൽ പങ്കെടുത്തവർക്കും നന്ദി. കാർഷിക സർവകലാശാലയുടെ പേരിലും കൃഷി വകുപ്പിന്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു.